എന്താ പറയാ ടൈമിൽ ഒന്ന് വന്നിട്ടുണ്ട്, കുറെ പേര് വന്നിട്ടില്ല. എന്താണ് കാരണം എന്നറിയില്ല. ചിലർ ചിലപ്പോ തിരക്കായിരിക്കും, ചിലർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സിവിൽ ലൈഫിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ഫിസിക്കലും അല്ലെങ്കിൽ മെഡിക്കലും അല്ലെങ്കിൽ എസ് എസ് സി, നിങ്ങൾ എസ് എസ് സി എന്ന് പറയുന്ന ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന സിവിൽ ആണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേജും വരുന്നത് ഫോഴ്സിന്റെ അണ്ടറിലാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ഫോഴ്സിന്റെ അണ്ടർ വരും. അപ്പൊ അതിന്റേതായ റൂളും റെഗുലേഷനും ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണം. അപ്പൊ അതിന്റെ ഒരു പ്രിലിമിനറി, ജസ്റ്റ് പ്രിലിമിനറി എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഗ്രൂപ്പിനകത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ചിലർ നമ്മളെ ഗ്രൂപ്പിനകത്താണെന്നുണ്ടെങ്കിലും അവർക്ക് ഡൗട്ട് തോന്നും. അപ്പൊ ഡൗട്ട് അവർ ചോദിക്കും. തെറ്റല്ല ഞാൻ പറയുന്നത്, തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ ഗ്രൂപ്പിനകത്ത് ഇപ്പോ ഈ ഒരു 50 ഡേയ്സ് ചലഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫിസിക്കലിന് വേണ്ടി മെഡിക്കലിന് നിങ്ങൾക്ക് ഉള്ള ഇഷ്യൂസ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും. ഈ നിങ്ങൾ ഇതിനകത്ത് മാക്സിമം എനിക്ക് തോന്നുന്നത് എല്ലാവരും യൂട്യൂബ് ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ളവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്താകുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും നിങ്ങളായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. യൂട്യൂബിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുണ്ട് സംസാരിക്കുന്നതിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ ടിപ്സ് എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റും, അല്ലെങ്കിൽ റണ്ണിങ് സമയത്ത് നമുക്ക് അപ്പൊ നമ്മള് ബേസിക്കലി ആ ഒരു സമയത്ത് നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മള് 50 ഡേയ്സ് ചലഞ്ച് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഒരു ഫിൽട്ടർ ചെയ്തിട്ട് ഇപ്പൊ മൊത്തം ഇത്രയും ഉള്ളതിനകത്ത് നമുക്ക് ഒരു 100-120 പേരുണ്ട്. അപ്പൊ ഈ 100-120 പേരിൽ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനകത്തുള്ള ഈ 120 പേരും കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, നമുക്കതൊരു സക്സസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗൂഗിൾ മീറ്റ് വഴി എടുത്തത്. പിന്നെ എനിക്ക് എന്താ പറയാ, ഗൂഗിൾ മീറ്റിനകത്ത് ആകുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളെ ഓരോ സ്റ്റേജസ്, നിങ്ങളുടെ കാര്യങ്ങളും ചില കാര്യങ്ങളും നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചില ഡൗട്ടുകൾ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാമെന്ന് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നമുക്കൊരു ഗൂഗിൾ മീറ്റ് വഴി ചെയ്യാം. ബേസിക്കലി വരുന്ന ദിവസങ്ങളിൽ നമ്മളെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ പല പല ഇതിലായിരിക്കും. മേ ബി ചിലപ്പോൾ നമ്മള് എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ നടത്തും എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബേസിക്കലി ഈ ഒരു ഫിസിക്കൽ എന്ന് പറയുന്നത് നിങ്ങളെ റണ്ണിങ് മാത്രമല്ല, നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളെ മെന്റലി നിങ്ങൾ ഇതിനൊരു എന്താ പറയാ, ഇതിലിപ്പോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു ഇതോ നെഗറ്റീവായിട്ടൊരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ഇതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഞാൻ ഇതിനകത്ത് കവർ ചെയ്താണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ നമ്മുടെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ടെക്നിക്കൽ ടീമിൽ നിന്നുള്ള കുറെ ആളുകളുണ്ട്. പിന്നെ ഫിസിയോളജിസ്റ്റ്, നമ്മുടെ ഈ എന്താ പറയാ സൈക്കോളജിസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിനകത്തുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സുകൾ പറഞ്ഞുതരാം. പല 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 സ്ഥലങ്ങളിൽ പല പല NSTയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ SPGയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പല ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഫോഴ്സ് വർക്ക് ചെയ്യുന്നവരുള്ളത് കൊണ്ട് ഫോഴ്സിന്റേതായ ഒരു ഡിസിപ്ലിൻ ഇതിനകത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പറയും നീ എന്ത് ഇതാണ് ഗ്രൂപ്പ് കൊണ്ടുപോകണം, നിന്റെ ഗ്രൂപ്പിനകത്ത് പിള്ളേർ ഇതേ ലോക്കലായിട്ടാണല്ലോ നിൽക്കണമെന്ന് പറയാം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഡിസിപ്ലിൻ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളത് മനസ്സിലാവും, ഇപ്പോഴല്ല, നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇവനെന്താ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് തോന്നും. ഇംഗ്ലീഷ് സംസാരിക്കുന്ന വേറെ ഒന്നുമല്ല, കമ്പാരിറ്റീവ്ലി എനിക്ക് മലയാളം ടൈപ്പിംഗിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടൈപ്പിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് വൊക്കാബുലറിയും കൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല സ്ഥലത്തും നിങ്ങൾ ജോലി കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പല നോർത്ത് ഇന്ത്യൻസ് ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇംഗ്ലീഷിനോടുള്ള ഒരു ഇത് കുറവായിരിക്കും. മേ ബി അവർക്ക് മാർക്ക് കട്ട് ഓഫ് ഒക്കെ കൂടുതലാണ്, 85 ഒക്കെ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ അവർ ആ ലാംഗ്വേജിന്റെ എക്സാം എഴുതും, ഹിന്ദി എക്സാം എഴുതും. അപ്പൊ അങ്ങനെയാണ് അവർ റിട്ടേൺ എക്സാം ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ആവുന്നത്. പക്ഷെ അവർ ജോലി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന്റെ A to B ഒരു കാര്യം അറിയില്ല. ജസ്റ്റ് അവര് എന്താ കോമ്പറ്റേറ്റീവ് എക്സാമിന് കാണാതെ പഠിച്ചു വന്ന് എഴുതുന്നതാണ്. അപ്പൊ അവർക്ക് ഉള്ളതിനെക്കാട്ടിയും കേപ്പബിലിറ്റി നമ്മൾ മലയാളിയെ കൊണ്ട്. അപ്പൊ അത് നിങ്ങൾ ജോലി കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പല ഓഫീസിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം കിട്ടും, നിങ്ങൾക്ക് ഇംഗ്ലീഷും കാര്യങ്ങളും അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷും കാര്യങ്ങളും നല്ല നല്ല ആർട്ടിക്കിൾസ് വായിക്കുക, ന്യൂസ് നിങ്ങൾ നോക്കുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നല്ല നല്ല ഫീഡുകൾ കിട്ടും, അപ്പൊ അതൊക്കെ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇംഗ്ലീഷിനോടുള്ള ഒരു ഇതും കാര്യങ്ങളും മാറി വരും, ആ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക്. ബാക്കി ഇംഗ്ലീഷ് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും റിട്ടേൺ എക്സാം പാസ്സായി നിൽക്കുന്നത്. മനസ്സിലായില്ലേ?
അപ്പോ അതാണ് ഈ ജനറൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് ഞാൻ എന്റെ SSC ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഫോഴ്സിൽ പോകുന്ന സമയത്തോ എനിക്ക് റണ്ണിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനോ ഒന്നും ആളില്ല. എനിക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ ബേസിക്കലി എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോലിയിൽ കയറുന്നത്. നിങ്ങളെ പോലെ എന്താ പറയാ, പലരും ഇതിനകത്ത് ആർമിയുടെ റാലിയൊക്കെ 10th +2 കഴിഞ്ഞതിന് ശേഷം ഓടിയിട്ടുണ്ടായിരിക്കും മേ ബി. പക്ഷെ ഞാനത് അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഇതിനു വേണ്ടി ഞാൻ ഫോഴ്സിൽ പോകണം എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന ഒരാളൊന്നുമല്ല. ബേസിക്കലി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ആർമിയുടെ റാലി, 2 പ്രാവശ്യം ഞാൻ ആർമി റാലി ഓടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം ഒരു ഐഡിയ ഇല്ല, 12th കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു റാലിയുടെ ആപ്ലിക്കേഷൻ ഉണ്ടപ്പോൾ എന്താണ് ഇതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചെന്ന് ഓടി. എനിക്ക് കിട്ടിയില്ല. മാന്യമായിട്ട് ഞാൻ ആദ്യത്തെ റൗണ്ട് ഓടിയപ്പോൾ തന്നെ എന്നെ പിടിച്ച് അകത്ത് കയറ്റി ഞാൻ തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് ആ ഒരു സമയത്ത് റണ്ണിങ് എന്താണെന്ന് അറിയില്ല. ഞാൻ വെച്ച് ഈ റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. അപ്പൊ ഭയങ്കര എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓടിയെടുക്കാൻ പറ്റൂ എന്ന് ഒക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട്. പിന്നെ അതിനുശേഷം ബേസിക്കലി ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ എന്താ പറയാ, നമുക്ക് ഈ ഒരു റണ്ണിങ്ങിനോടുള്ള ഒരു പാഷനും കാര്യങ്ങളും വന്നു. അതിനുശേഷം നമ്മൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. റണ്ണിങ് അതിനോടൊരു ഇൻട്രസ്റ്റ് ഒന്ന് ഓടിത്തുടങ്ങി. ഓടിത്തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് മനസ്സിലായി റണ്ണിങ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, കുറെ നമ്മുടെ ഒരു ട്രിക്കാണ്, നമ്മുടെ ഒരു സ്റ്റൈലാണ്, പിന്നെ നമ്മുടെ വിൽ പവർ ആണ്, മൈൻഡ് സെറ്റ് ആണ്. ബേസിക്കലി മൈൻഡ് സെറ്റ് ആണ് ഈ ഒരു റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് ബേസിക്കലി റണ്ണിങ്ങിനെ കുറിച്ച്. പിന്നെ ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാന് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ BSFലാണ് വർക്ക് ചെയ്യുന്നത്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അതിനകത്താണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയാ, റണ്ണിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ എന്റെ ഒരു BSFൽ കയറിയതിന് ശേഷം എന്ന് പറയുന്നത് ബേസിക്കലി റണ്ണിങ്ങിന് വേണ്ടി ഞാൻ എന്റെ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്പോർട്സ് ടീമിൽ പോയി. BSFന്റെ സ്പോർട്സ് ടീമിൽ പോയി. BSFന്റെ സ്പോർട്സ് ടീമിൽ 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു. 1.5 വർഷത്തോളം ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഓൾറെഡി ഞാൻ റണ്ണിങ് അത്യാവശ്യം എനിക്ക് സെറ്റ് ആയിരുന്നു. യൂണിവേഴ്സിറ്റി ടൈമിലൊക്കെ ഞാൻ റണ്ണിങ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ടൈമിലൊക്കെ പൈസ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ സ്പോർട്സ് ടീമിൽ കയറി. പിന്നെ BSFനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ മീറ്റിൽ. പിന്നെ എന്താ പറയാ, അതില് പൊസിഷൻ സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫ്രോണ്ടിയർ ലെവലിൽ ടീം അറ്റാച്ച് ആയിട്ട് നിന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് 1.5 വർഷത്തോളം. അപ്പൊ നിങ്ങൾക്ക് ഫോഴ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്സ് എന്ന് പറയുന്ന സാധനത്തിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി അക്കാഡമിക് നോളജ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഗ്രാജുവേഷൻ ഇല്ല, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ. സ്പോർട്സിൽ അപ്പോൾ അത്ലറ്റിക്സിലാണ് എല്ലാ കോഴ്സിലും, ഏത് കോഴ്സ് നിങ്ങൾ പോകാൻ പോകുന്ന ഏത് കോഴ്സിൽ, ഇപ്പോൾ CRPF, BSF, ITBP, CSF, ഏത് കോഴ്സിൽ പോയാലും നിങ്ങൾക്ക് അത്ലറ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഡൽഹിയിൽ സെൻട്രൽ ടീമിൽ ക്ലോസ് ആയി നിൽക്കും. എന്നിട്ട് സെൻട്രൽ ടീമിൽ നിങ്ങൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിൽ നിങ്ങൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ ടീമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇനോർമസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു സ്പോർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത്. അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഡ്യൂട്ടിയിൽ വന്ന സമയത്ത് ഞാൻ കമാൻഡോ കോമ്പറ്റീഷന് പോയി. കമാൻഡോ കോമ്പറ്റീഷന് ക്ലിയർ ആയി. പിന്നെ കമാൻഡോ കോഴ്സിന് വിളിച്ചു, കമാൻഡോ കോഴ്സ് ചെയ്തു. അതിനുശേഷം അഡ്വാൻസ് കോഴ്സ് ഉണ്ടായിരുന്നു, അഡ്വാൻസ് കോഴ്സ് കഴിഞ്ഞു. പിന്നെ സർക്യൂട്ട് ട്രെയിനിങ്ങിന്റെ കോഴ്സ് ഉണ്ടായിരുന്നു, സർക്യൂട്ട് ട്രെയിനിങ് കഴിഞ്ഞു. അങ്ങനെ ഓൾമോസ്റ്റ് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഈ ഒരു എന്താ പറയാ, ഞാനിപ്പോ ഒരു ഒളിമ്പിക്സിന് പോകാൻ പോകുന്ന ഒരാളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരാളല്ല, അതിനുള്ള എലിജിബിലിറ്റി എനിക്കില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു 5 കിലോമീറ്റർ ഓട്ടത്തിന് എന്ത് വേണം എന്നുള്ളത് എനിക്കറിയാം. കാര്യം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു വന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ പോലെ തന്നെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു വന്ന ഒരാളാണ്. എനിക്ക് ഇതിനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാം. ഞാൻ എന്നിൽ യൂസ് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോ എന്താ പറയാ, അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും മടുപ്പ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം. ഇടയ്ക്ക് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ തന്നെ ആക്കി കളയാം. ഓക്കെ, എന്തെങ്കിലും മടുപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും വോയിസ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ പറഞ്ഞത് നീ നോക്കി ഉണ്ട്, അപ്പൊ അത് എന്തൊക്കെ ചെയ്യാൻ വഴിയുണ്ടോ? നോക്കിനി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നോക്കിനീക്ക് ആണെന്നുണ്ടെങ്കിലും മിക്ക പ്രോബ്ലംസിനുള്ള റെമഡീസ് എന്റെ കയ്യിലുണ്ട്. ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിനിയിലോട്ട് പോകും. നമ്മളിപ്പം
എയിൽ നിന്നും ഇസഡിലേക്ക് പോകണം, ഇസഡിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോർമേഷനിൽ ഞാൻ പോകുന്നത്. ഫസ്റ്റ് റണ്ണിങ്ങിന്റെ കാര്യം, അത് കഴിഞ്ഞ് മെഡിക്കലിന്റെ കാര്യം എന്നുള്ള രീതിയിലോട്ട് ഞാൻ പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഇന്ന് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരണം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞു തരും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളേതായ റെമഡി എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ള പറയും, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അജയ് സാർ ഹലോ, പറഞ്ഞോളൂ. കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓടുന്നതിന് വെറും വയറ്റില് കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ രാവിലെ? അയ്യോ, അങ്ങനെയൊന്നും കഴിക്കല്. അത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളേതായ ഡൗട്ട് ആദ്യം പറയുക. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൺവീനിയന്റ് എനിക്ക് ഓർത്തെടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വിട്ടു. അതിനെക്കാട്ടിയും നല്ലത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ നിങ്ങളുടേതായ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കും. ഇപ്പൊ ഓക്കെ, ഒ ആർ എസിന്റെ കാര്യം നിവേദ് ചോദിച്ച, വെയിറ്റ് നിവേദ് ഒരു മിനിറ്റ്, ഞാൻ ഒ ആർ എസിന്റെ കാര്യം ആദ്യം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തോട്ടെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചിട്ട് അതിന് ഞാൻ മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ പറയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ അതിനിടയ്ക്ക് വിട്ടുപോകും, പിന്നെ അത് നമ്മൾ ഓർത്തെടുക്കില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒ ആർ എസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒ ആർ എസ് ബേസിക്കലി നിങ്ങൾക്ക് ഒ ആർ എസ് അല്ല ഞാൻ പറഞ്ഞത്, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രോലൈറ്റ്, ഒ ആർ എസ് അല്ല നിങ്ങൾ പഠിക്കാനുള്ള ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ശരീരത്തിലെ ഒരുപാട് എലമെന്റ്സ് മിനറൽസും ഉണ്ട്. ഇത് നിങ്ങൾ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സ്വെറ്റിന്റെ കൂടെ വിയർപ്പിന്റെ കൂടെ നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ വരും, നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയും പിന്നെ നിങ്ങൾക്ക് ഒരു എനർജി കുറവും വരുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇന്ന് ലോകത്ത് ഏത് നിങ്ങൾ മിനറൽ എടുത്താലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൂടിയ പ്രോട്ടീൻ പൗഡർ എടുത്താലോ കെരാറ്റിൻ എടുത്താലോ നിങ്ങൾക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വില കുറവ് എന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എന്ന ശരീരത്തിന് കേടുമില്ല, മിക്ക ആളുകളും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു പാക്കറ്റ് ഇലക്ട്രോലൈറ്റ് എടുക്കും. നിങ്ങൾക്ക് ഞാൻ ബ്ലോഗിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇലക്ട്രോലൈറ്റിന്റെ കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അത് വളരെ എഫക്റ്റീവ് ആണ്, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അപ്പൊ അത് അയ്യോ എൻ്റെ വേറെ 5 രൂപയും 10 രൂപയും ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഒ ആർ എസ് കിട്ടും എന്ന് വിചാരിക്കില്ല. ഇലക്ട്രോലൈറ്റ് തന്നെ മേടിക്കാം. 1 ലിറ്റർ വെള്ളം എടുക്കുക, അതിൽ ഒരു കുപ്പി എന്താ പറയാ 1 ലിറ്റർ കുപ്പിയിൽ 2 ലിറ്റർ കുപ്പിയിൽ ഒരു പാക്കറ്റ് ഇലക്ട്രോലൈറ്റ് എന്നുള്ള രീതിയിൽ വേണം അത് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിന് ഹാഫ് പാക്കറ്റ് ഇലക്ട്രോലൈറ്റ് ഇട്ട് മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് റണ്ണിങ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. റണ്ണിങ്ങിന് മുമ്പ് അത് കുടിച്ചിട്ട് ഒരു എഫക്റ്റും എനിക്കില്ല. റണ്ണിങ്ങിന് ശേഷം നിങ്ങളുടെ ശരീരം നല്ല ടയർഡ് ആവും. ആ ഒരു ടൈമിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ബോഡിയിലെ റിക്കവറിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെയിലി എന്താ പറയാ, ഒരു ദിവസം മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇലക്ട്രോലൈറ്റ് വെള്ളത്തിൽ, നല്ല രീതിയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നിങ്ങൾ വർക്കിംഗ് ചെയ്തുകൊണ്ട് ഇപ്പൊ റണ്ണിങ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഇലക്ട്രോലൈറ്റിന്റെ പകുതി. അല്ല നിങ്ങൾ വർക്കിംഗ് ചെയ്യാതിരിക്കുന്നത്, ഇപ്പൊ ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഒരു എനർജി കുറവ് തോന്നുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റിന്റെ പകുതി ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിഗറസ് വർക്ക്ഔട്ട് ചെയ്യും. ഇപ്പൊ റണ്ണിങ് ചെയ്ത് വന്നിട്ട് നിൽക്കുന്ന സമയത്ത് 1 ലിറ്ററിന് വെള്ളത്തിൽ അര പാക്കറ്റ് ഇലക്ട്രോലൈറ്റ് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുക റണ്ണിങ്ങിന് ശേഷം. ഇതാണ് ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറയാനുള്ള. ഒ ആർ എസ് അല്ല ഇലക്ട്രോലൈറ്റ്. എന്താ പറയാ, സാധനം നിങ്ങൾ ഉദ്ദേശിച്ച സാധനം സെയിം ആണ്, പക്ഷെ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നോർമൽ ഒ ആർ എസിനെ പോലെ അല്ല, കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. ഒരു 80% എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഇലക്ട്രോലൈറ്റ്. വൈറ്റ് കളറിൽ ഗ്രീൻ എന്താ പറയാ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കും. WHO അപ്രൂവ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഇലക്ട്രോലൈറ്റ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഇലക്ട്രോലൈറ്റ്. എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ എല്ലാവരും മേടിക്കുക. ഇപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക്, ഇപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ബ്ലോഗ് ഷെയർ ചെയ്ത് തന്നു. നിങ്ങൾക്ക് ഇന്നും നാളെയും 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടുന്ന സാധനമല്ല, ഒരു 5 ദിവസം 6 ദിവസം എടുക്കും അത് വരെ. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാളെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് 5 കിലോമീറ്റർ ഓടാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നാളെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു രാവിലെ 5 മണിക്ക് എണീക്കാനുള്ള ഒരു ഇത് വേണം. നാളെ തൊട്ട് നിങ്ങൾ 5 മണിക്ക് എണീച്ചിരിക്കണം. 50 ദിവസം എന്നുള്ളതിൽ 50 ദിവസത്തിൽ നാളെ നിങ്ങൾ എണീച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 49 ദിവസം ചാൻസ് ബാക്കിയുള്ളൂ. അപ്പൊ നാളെ തൊട്ട് രാവിലെ നിങ്ങൾ എണീക്കുക. എണീച്ചതിന് ശേഷം രാവിലെ 5 മണിക്ക് എണീച്ച് ഒരു ഗ്ലാസ് വെള്ളം, അത് തണുത്ത വെള്ളം നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ചെറിയ ഇളം ചൂട് വെള്ളമോ കുടിക്കുക.
ബാത്റൂമിലെല്ലാം പോയി ഫ്രഷ് ആവുക. ഫ്രഷ് ആയതിനു ശേഷം രാവിലെ ചെറിയ രീതിയിൽ ജോഗിങ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, നടക്കുക. ആദ്യം നടക്കുക, ഒരു എന്താ പറയാ, ഒരു 10-20 മിനിറ്റ് നടക്കുക. നടന്നതിന് ശേഷം ചെറിയ രീതിയിൽ ജോഗിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോഗിങ് ചെയ്യുക. ജോഗിങ് ചെയ്ത് വീണ്ടും നടക്കുക, വീണ്ടും ജോഗിങ്, ഒരു റെപ്പറ്റീഷൻ പോലെ 3 സെറ്റ് അടിക്കുക. നടക്കുക, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നടക്കുക, ഒരു 5 മിനിറ്റ് ജോഗിങ് ചെയ്യുക, വീണ്ടും 10 മിനിറ്റ് നടക്കുക, വീണ്ടും 5 മിനിറ്റ് ജോഗിങ് ചെയ്യുക. ഇങ്ങനെ ഒരു റെപ്പറ്റീഷൻ ചെയ്ത് ഒരു മാക്സിമം ഫുൾ ടൈമിംഗ് എന്ന് പറയുന്ന നിങ്ങളൊരു എന്താ പറയാ, 1 മണിക്കൂർ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്തതിന് ശേഷം എക്സസൈസ് ചെയ്യുക. സ്ട്രെച്ചിങ് എക്സസൈസും നോർമലി നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാത്ത ഒരാൾ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ നാളെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരുപാട് ഒരു ദിവസം കൊണ്ട് തന്നെ എനർജി എഫിഷ്യൻസി നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. സ്ലോലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എഫിഷ്യൻസി. അപ്പോൾ ചെറിയ രീതിയിൽ നാളെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആരും നാളെ തന്നെ ഓടി എന്താ പറയാ ഉസൈൻ ബോൾട്ട് ആവാന്നോ അല്ലെങ്കിൽ കിപ്ചോർഗി ആകാന്നൊന്നും വിചാരിക്കണ്ട. സ്ലോലി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഈ ഒരാഴ്ച നമ്മൾ ലോ ഫേസിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് പേസ് കൂട്ടി അത് നമ്മൾ സെറ്റ് ആക്കും. അപ്പൊ നാളെ നിങ്ങൾ ചെറിയ രീതിയിൽ ജോഗിങ് വാക്കിംഗ് ആ രീതിയിൽ റെപ്പറ്റേഷൻ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഈ കാര്യം. വിവേകിന്റെ ഡൗട്ടും ബാക്കി എന്റെ റണ്ണിങ്ങിന്റെ ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നു. അടുത്തൊരു ഡൗട്ടിലേക്ക് ആ ഡൗട്ടും ബാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചു. പിന്നെ ഞാനിപ്പോ ഏകദേശം 2-2.5 മാസമായി ഇതിന്റെ ഓട്ടൊക്കെ പറഞ്ഞിട്ട്. എനിക്കിപ്പോ ഒരു 4 കിലോമീറ്റർ വരെ ഉള്ളൂ 22 മിനിറ്റ് കൊണ്ടൊക്കെയാണ് കവർ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുറച്ചായി തുടങ്ങിയിട്ട്. അപ്പോ കുറച്ചുമാടി സ്പീഡ് കൂട്ടാനും അതേമാതിരി തന്നെ ടൈം കുറച്ച് കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്തായാലും മാർഗങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത്. അതിന്റെ മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓടുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് എനിക്ക് പേരെന്തായിരുന്നു? പേര് ഹാമിസ് ഓടുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്ന് എനിക്ക് ആദ്യം അറിയണം. എന്താ പറയാ, കൈ ഒരുപാട് സ്ട്രെച്ച് ചെയ്തിട്ട് ഓടുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പർ വാമപ്പ് ചെയ്തിട്ട് ഓടുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഫസ്റ്റ് മാക്സിമം എഫേർട്ട് ഇട്ട് ഓടിയിട്ട് ലാസ്റ്റ് സ്പീഡ് കുറയ്ക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ആദ്യം സ്ലോ പേസിൽ ഓടിയിട്ട് ലാസ്റ്റ് പേസ് കൂട്ടുന്ന ആളാണോ? പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ബ്രീത്ത് വാ കൊണ്ടും മൂക്കൊണ്ടും എടുക്കുന്ന ഒരാളാണോ? ഈ കാര്യങ്ങളെല്ലാം എനിക്കറിയണം. ഞാൻ കൈ അങ്ങനെ പ്രോപ്പറായിക്കാണ്ട് ഇതാക്കില്ല. കൈ ഏകദേശമൊക്കെ വല്ലാതെ അളക്കാതെ തന്നെ ഓടല്. പിന്നെ സ്പീഡ് വാക്കൊണ്ട് തന്നെ കൂടുതല്. മൂക്കൊണ്ട് തുടക്കത്തിൽ മൂക്കൊണ്ട് പിന്നെ വാക്കൊണ്ട് ഇങ്ങനെ 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വാക്കൊണ്ടാണ് ബ്രീത്ത് ചെയ്യല്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് മൂക്കൊണ്ട് ഓക്സിജൻ എടുത്ത് വയറിനകത്ത് സ്റ്റോർ ചെയ്യാൻ നോക്കല്. അങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ചിലർ പറയും നിങ്ങൾ എന്താ പറയാ ബ്രീത്ത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവുന്നു. അപ്പൊ നിങ്ങൾക്ക് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ ബ്രേക്കിംഗ് അവിടെ നടക്കില്ല. അപ്പൊ നിങ്ങൾക്ക് വയറിൽ ക്രംസ് ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഓടാൻ പറ്റത്തില്ല, വയറുവേദന വരും സൈഡുകളിൽ. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞ ആദ്യം നോർമലായിട്ട് ബ്രീത്ത് മൂക്ക് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് തന്നെ ഓടണം. പക്ഷെ വാ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ബ്രീത്ത് ഒരുപാട് വലിച്ചു കയറ്റി നിർത്താൻ നോക്കില്ല. നോർമൽ രീതിയിൽ മൂക്കൊണ്ട് എടുക്കാനുള്ള സ്ഥലത്ത് വാ കൊണ്ട് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലോ പേസിൽ ശരീരം. ഇപ്പൊ നമുക്കറിയാലോ ഏതൊരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം ഒരു തണുത്തിരിക്കുന്ന മെഷീൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 8-9 മണിക്കൂർ ശരീരം റെസ്റ്റിലാണ്. അത് കഴിഞ്ഞ് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്നൊരു റണ്ണിങ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ബോഡി അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ആദ്യം പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രെച്ചിങ്, മുഹമ്മദിന്റെ അടുത്തും ഞാൻ ബാക്കിയുള്ളവർക്കും കൂടെ ചേർത്താണ് പറയുന്നത്, നല്ല രീതിയിൽ ഒരു സ്ട്രെച്ചിങ് എടുക്കുക ശരീരത്തിൽ. സ്ട്രെച്ചിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ് ഒരു സ്ട്രെച്ചിങ് ആയിട്ട് വേണമെങ്കിൽ പറയാം, മനസ്സിലായില്ലേ? വാക്കിംഗ് ഒരു സ്ട്രെച്ചിങ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം നാളത്തെ ദിവസം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വാക്കിംഗ് ചെയ്ത് ജോഗിങ് ചെയ്യാൻ പറഞ്ഞത്. അതൊരു സ്ട്രെച്ചിങ് ആണ് ഞാൻ നാളെ അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ മുഹമ്മദ് ഓൾറെഡി റണ്ണിങ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മുഹമ്മദ് നല്ലൊരു സ്ട്രെച്ചിങ് കൊടുക്കുക ശരീരത്തിന്. നല്ല സ്ട്രെച്ചിങ്, നിങ്ങളുടെ തല തൊട്ട് ഉപ്പൂറ്റി വരെ വരുന്ന ഫുൾ സ്ഥലങ്ങളിലും നല്ല സ്ട്രെച്ചിങ് കൊടുക്കുക. ഈവൻ കഴുത്തിനാണെങ്കിലും കൈക്കാണെങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള റൊട്ടേഷനും കാര്യങ്ങളും കൊടുത്ത് സ്ട്രെച്ചിങ് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യുക. എന്ന് പറയുമ്പോൾ നമ്മള്
ഇപ്പൊ ഒരു ക്രോസ് കൺട്രി ഒക്കെ ഓടുന്ന ഒരാളെ അടുത്ത് പറയുകയാണെങ്കിൽ 3ന്റെ പേസിൽ ഓടുക, 4ന്റെ പേസിൽ ഓടുക എന്ന് പറയും. കിലോമീറ്ററിന് 3 മിനിറ്റ് എന്നുള്ള ഒരു പേസ് നമ്മൾ പറയാറുണ്ട്. റണ്ണിങ് ചെയ്യുന്ന ആളുകൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പോ സ്റ്റാർട്ടിങ് ഓൾറെഡി റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് ഇപ്പൊ ടൈം കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് വരെ ടൈമിൽ 1 കിലോമീറ്റർ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റാർട്ടിങ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ ബോഡി ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹാംസ്ട്രിങ് എല്ലാം വന്നിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആവും. ഹാംസ്ട്രിങ് ടൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി 5ൽ നിന്ന് 4ലേക്ക് എത്തിക്കുക സ്പീഡ്. ഇത് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവില്ല. ഈ 5ൽ നിന്ന് 4 എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റണ്ണിങ്ങിന്റെ ഒരു സയന്റിഫിക് രീതി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ 5 എന്ന് പറയുന്നത് സ്പീഡ്. നിങ്ങൾ 1 കിലോമീറ്റർ 5 മിനിറ്റ് എന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല ലോ പേസിലാണ് നിങ്ങൾ ഓടുന്നത്. ആ ഓട്ടത്തിൽ നിന്ന് നിങ്ങളെ ശരീരം ഹീറ്റ് ആവും. ഹീറ്റായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 4ലേക്ക് വരിക. 4ൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 4ൽ നിന്ന് എത്ര സ്പീഡ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള നമ്മളെ മൈൻഡിന്റെ കളിയാണ്. ഇപ്പൊ മുഹമ്മദ് വിചാരിക്കും എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഇന്നിപ്പോ മുഹമ്മദിന്റെ എഫിഷ്യൻസി മാക്സിമം എഫിഷ്യൻസി എടുത്ത് ഓടിക്കഴിഞ്ഞുണ്ടല്ലോ, എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്ത് തീരുന്നു എന്ന് പറയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അവിടെയാണ് മുഹമ്മദിന്റെ ഇതുവരെയുള്ള എനർജി, ശരീരത്തിലുള്ള എനർജി യൂസ് ചെയ്ത് മുഹമ്മദ് ഏത് മിനിറ്റിലാണോ നിർത്തുന്ന അവിടെ നിന്ന് സ്പ്രിന്റ് അടിക്കുക. പറ്റുന്ന സ്പ്രിന്റ് അടിക്കുക. 100 മീറ്ററോ 200 മീറ്ററോ സ്പ്രിന്റ് അടിക്കുക. തീർന്നു, വയ്യ, എനിക്ക് തീർന്നു, എന്റെ ഫുൾ എനർജി തീർന്നു, എന്നെ കൊണ്ട് ഇന്ന് ഇത്രേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരു സ്പോട്ട് വരും, ഒരു സമയം വരും. ആ ടൈം വരെയുള്ള എനർജി എന്ന് പറയുന്നത് ഈ നിങ്ങൾ രാത്രി തൊട്ട് രാവിലെ വരെ റെസ്റ്റ് എടുത്ത് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ്. ആ എനർജി ഒരു ബെനിഫിറ്റ് ഇല്ല. അത് നിങ്ങൾ ജസ്റ്റ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ആ ഒരു മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഒരു സ്പ്രിന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അതാണ് നിങ്ങൾക്ക് സ്റ്റാമിന ആവുന്നത്. മനസ്സിലായില്ലേ? അതാണ് നിങ്ങളുടെ സ്റ്റാമിന. അപ്പൊ അതിനുവേണ്ടി മുഹമ്മദ് അത് വർക്കൗട്ട് ചെയ്യുക. ആ ഒരു മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യുക. ഒരു നമുക്ക് എന്താ പറയുക, ഒരു 10 ദിവസം അത് ചെയ്യുമ്പോഴത്തേക്കും മുഹമ്മദിന്റെ ടൈമിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ടൈമിനെ കാട്ടിയും 1 മിനിറ്റ് നമുക്ക് ഡൗൺ കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. ഞാൻ എന്റെ ഫേസ് എന്ന് പറയുമ്പോ പിന്നെ 550 ഒക്കെ ആണ്. 550 ആണ്. അതായത് പറഞ്ഞത് 550 മതി. 550 ഒരു തെറ്റുള്ള ഇതല്ല, നല്ല ടൈം തന്നെയാണ്. 550 എന്നുള്ള ഫേസിൽ പതിയെ 550 എന്നുള്ള ഫേസ് 5 കൊണ്ടുവരിക, 4 കൊണ്ടുവരിക. 4 കൊണ്ടുവന്നതിന് ശേഷം എക്സോസ്റ്റ് ആവും. 550 എന്ന് പറയുന്ന ഒരാൾ 4 എത്തുക എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ എക്സോസ്റ്റ് ആവും. ആ എക്സോസ്റ്റ് ആയി തീരുന്ന നിമിഷം അവിടെ നിന്ന് നമ്മളെ മൈൻഡ് പറയണം, എനിക്ക് ഈ ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് റണ്ണിങ് കിട്ടണം എന്ന് മൈൻഡ് പറയണം. ആ പറയുന്ന നിമിഷം ഒരു സെറ്റ് സ്പ്രിന്റ് അടിക്കും. ഒരൊറ്റ സെറ്റ് സ്പ്രിന്റ്. അതാണ് ഗെയിം ചേഞ്ചർ. ഇതിനകത്തിരിക്കുന്ന ഈ ഇത്രയും പേരെടുത്ത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. നിങ്ങൾ ഗെയിം തീരുന്ന സമയത്ത് നിങ്ങളെ ശരീരം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, നിങ്ങളെ കൈയും കാലും മൊത്തം വീക്കായെന്ന് തോന്നുന്ന ഒരു നിമിഷമുണ്ട്. ആ ടൈമിൽ നിങ്ങൾ എത്ര മീറ്റർ സ്പ്രിന്റ് അടിക്കുന്നോ അത് നിങ്ങളെ എനർജി ആവും, അത് നിങ്ങളെ സ്റ്റാമിന ആവും, അത് നിങ്ങളെ കേപ്പബിൾ ആവും. കാര്യം നിങ്ങൾ 5 കിലോമീറ്റർ ഓടുന്ന ടൈമിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു ലാസ്റ്റ് നിങ്ങൾ ഈ ഓടുന്ന സ്പ്രിന്റ് മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരൂ. ബാക്കി നിങ്ങൾ ചെയ്യുന്നൊക്കെ രീതി കൊണ്ടുപോയി നിങ്ങളുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള സാധനം. അപ്പൊ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുത്ത് ആ ലാസ്റ്റ് ഒരു 200 മീറ്റർ ഓടി അത് കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം ചെയ്യാൻ മുഹമ്മദിന്റെ എല്ലാ പ്രോബ്ലംസും ഏകദേശം കുറഞ്ഞു. എല്ലാം അതിനകത്തുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഗ്രൗണ്ടിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നടന്നു പോയി, ചിലർ വീടിന് ബൈക്കിൽ പോയി ഗ്രൗണ്ടിൽ പോയി അവിടെ ഓടും, ചിലര് റോഡിൽ പോയി റോഡിൽ ഓടും. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം നമ്മളെ ശരീരം ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരം സ്ട്രെച്ച് ആയി, മസിൽസ് എല്ലാം നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയി. അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും നടക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ ജോഗിങ് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ വണ്ടിയിൽ ഒരാൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ പോയി അവിടെ നിന്ന് നിങ്ങൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വാക്കിംഗ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് വാക്കിംഗ് ചെയ്തു അവിടെ നിന്ന് ജോഗിങ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പേസ് എത്തിയതിനു ശേഷം റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ ഓണേഴ്സ് സഡൻ നിങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റ് ചെന്നിട്ട്
നമ്മൾ കോമ്പറ്റീഷന് ഓടുന്ന പോലെ ഓടാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഇപ്പം പറ്റുന്ന കാര്യമില്ല, അത് നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ 50 ദിവസം ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആ രീതിയിൽ, നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് റണ്ണിങ്ങിന് വേണ്ടിയുള്ള ഒരു എനർജി നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പം മുഹമ്മദ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാക്കിംഗ്, ഇപ്പം 1 കിലോമീറ്റർ വാക്കിംഗ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നതേ തെറ്റാണ്. 1 കിലോമീറ്റർ വാക്കിംഗ് ചെയ്യാൻ പാടില്ല. ഒരു 300 മീറ്റർ വാക്കിംഗ് ചെയ്യുക, പതിയെ ജോഗിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് റണ്ണിങ് ചെയ്യുക, എന്നിട്ട് ശരീരം അപ്പത്തേക്കും നല്ല വീക്കാവും. ആ വീക്കാവുന്ന സമയത്ത് ഈ സ്പ്രിന്റ് അടിക്കുക. ഈ സ്പ്രിന്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും മൊത്തം ശരീരം മൊത്തം അങ്ങ് എക്സോസ്റ്റ് ആവും. ആ സമയത്ത് നിങ്ങൾക്ക് ഇലക്ട്രോളിന്റെ ആവശ്യം വരും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പൊ മുഹമ്മദിന്റെ അടുത്ത് പറയാനുള്ളത്. ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഇതിനകത്ത് എനിക്ക് വേറെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇത് ജനറൽ ആയിട്ട് എല്ലാവർക്കും കൂടെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള കാര്യങ്ങളാണ്. അപ്പോ ഇതിനകത്ത് ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് കാര്യം മനസ്സിലായല്ല പറയാനുള്ള കാര്യം, നിങ്ങൾ എത്ര പേര് ഗ്രൗണ്ടിൽ ഓടുന്നു എന്ന് എനിക്കറിയില്ല, എത്ര പേര് റോഡിൽ ഓടുന്നു എന്നറിയില്ല. ബേസിക്കലി നിങ്ങൾ റോഡിൽ ഓടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരാഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാത്രമേ റോഡ് യൂസ് ചെയ്യാവൂ. റോഡ് നിങ്ങൾക്ക് ഒരുപാട് ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് ആണ്. റോഡിന്റെ സർഫസ് എന്ന് പറയുന്ന ഹാർഡാണ്. നിങ്ങളിൽ ഉണ്ടാവുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്. നിങ്ങൾ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ ഒരു ഫോഴ്സ് നിങ്ങൾ കാലിൽ കൊടുക്കും. ആ കാലിൽ കൊടുക്കുന്നത് നിങ്ങളെ വെയിൻ വഴി നിങ്ങളെ ഹെഡിൽ വരും. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, വെരിക്കോസ് ഉണ്ടാവാനുള്ള ചാൻസസ് എന്താ പറയാ ഒരു 70% ചാൻസസ് ഉണ്ട്. റണ്ണിങ് നിങ്ങൾ റോഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിക്കോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. വെരിക്കോസ് ഈസ് എന്താ പറയാ, അത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കല്, ഫിസിക്കൽ പാസ്സായാലും മെഡിക്കല് നിങ്ങൾ അൺഫിറ്റ് ആവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂ. ഇപ്പം നിങ്ങൾക്ക് ഗോൾഡ് സെഗ അല്ലെങ്കിൽ സെഗയുടെ ഷൂസ് ഒക്കെ നിങ്ങൾക്ക് 300-400 രൂപയ്ക്കും കിട്ടും. ഷൂസ് നല്ലതാണ്, കുറച്ചു കാലം കിടക്കും. പക്ഷേ നിങ്ങളെ കാലിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഒന്ന്, നിങ്ങളെ കാലിൽ വെരിക്കോസ് വരാൻ വേണ്ടി കാലിൽ പാദം നല്ല രീതിയിൽ റോഡിലടിക്കും ഇത് സെഗയുടെ ഒക്കെ ഷൂസ് ഇടുമ്പോൾ. അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാ വെരിക്കോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ സ്പീഡും കാര്യങ്ങളും ഈ ഒരു ഷൂസിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളൊരു കംഫർട്ട് ഉണ്ട്, ആ കംഫർട്ടിൽ വരുന്ന ഷൂസ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. നല്ല കമ്പനിയുടെ ഷൂസ് മേടിക്കാം. ആദ്യം കുറച്ച് പൈസ ആവും, ഞാൻ പറയില്ല, എല്ലാ കാര്യങ്ങളും കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ഒരു 2000-2500 രൂപ വരെ മാക്സിമം. ഞാൻ അതിൽ കൂടുതൽ 10,000 രൂപയുടെ ഷൂവും നൈക്കിയുടെ എയർ മാക്സിന്റെ ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് വരുന്ന രീതിയിൽ ഒരു 2000-2200 രൂപ റേഞ്ചിലുള്ള ഷൂസ് ഒക്കെ നിങ്ങൾ മേടിക്കണം. അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഷൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനിങ് സമയത്തും നിങ്ങൾക്ക് എന്താ പറയാ, ട്രെയിനിങ് അല്ല, നിങ്ങൾ ഫിസിക്കലിൽ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം, ഇപ്പോഴും ഓടാം. എപ്പോഴും നിങ്ങൾ ഈ ഒരു 50 ഡേയ്സ് ചലഞ്ചിൽ യൂസ് ചെയ്യുന്ന ഷൂ ആയിരിക്കണം നിങ്ങൾ കോമ്പറ്റീഷൻ അവിടെ SSCക്ക് ഫിസിക്കലിന് മുമ്പ് ഇടാൻ. കാര്യം അന്ന് നിങ്ങൾ പുതിയ ഷൂ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാലിന് സെറ്റ് ആവില്ല. അപ്പൊ നിങ്ങളെ കാലിന് സെറ്റ് ആവുന്ന ഒരു ഷൂ ഉണ്ട്. നിങ്ങളിപ്പോ നാളെ തൊട്ട് അല്ലെങ്കിൽ മറ്റൊന്ന് തൊട്ട് പുതിയ ഷൂ ഇട്ട് ഓടുമ്പോഴത്തേക്ക് അത് നിങ്ങളെ കാലിന് സെറ്റ് ആവും. അതിട്ട് ഓടി 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 അതൊരു കംഫർട്ട് വരും. ആ കംഫർട്ടുള്ള ഷൂ ഇട്ട് വേണം നിങ്ങൾ SSCയുടെ ഫിസിക്കലിന് ഓടാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഷൂസ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഷൂസ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടാണ്, അതുപോലത്തെ ടൈപ്സ് എടുക്കുക. ബേസിക്കലി അസ്റ്റിക്സിന്റെ ഷൂസ് നല്ലതാണ്, കലഞ്ചിയുടെ ഷൂസ് നല്ലതാണ്, പിന്നെ നൈക്കി, പ്യൂമ അതുപോലത്തെ ബ്രാൻഡ് ഷൂസ് നല്ലതാണ്, അഡിഡാസ് നല്ലതാണ്. ഇതിന്റെയൊക്കെ നിങ്ങളെ റേറ്റ് നോക്കുക, റേഞ്ച് നോക്കുക. ഇപ്പൊ നല്ല റേഞ്ച് ഒക്കെ പൈസ ഉള്ള ഒരാൾ എയർ മാക്സ് എടുക്കുന്നതിന് ഒരു തെറ്റില്ല, നല്ലതാണ്. ഇനി നമുക്ക് പൈസ കുറവാണ്, ജനറലി ഒരു നോർമൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു 2000 രൂപയ്ക്കകത്തൊക്കെ ഉള്ള നല്ല ഷൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലോങ് ലാസ്റ്റിംഗുമാണ്, നിങ്ങൾക്ക് അത് കോമ്പറ്റീഷനും ഇടാൻ പറ്റും. കാര്യം നിങ്ങൾ ഇനിയിപ്പോ വരുന്ന ഈ 50 ദിവസത്തിനകത്ത് നിങ്ങളെ ഓരോരുത്തരെ ഡിഫിക്കൽട്ടി ബേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ട്രെയിനിങ്ങിന്റെ ഒരു രീതി തന്നെ മാറ്റും, മനസ്സിലല്ലേ? അപ്പൊ ആ ടൈമിൽ നമുക്ക് ആ ഷൂ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഷൂ തന്നെ മേടിക്കണം. അതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഷൂസ് എന്ന് പറയുന്നത്. നിങ്ങളെ ഗെയിം, നിങ്ങളെ ഈ റണ്ണിങ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ ഒരു ഈ ഒരു 5-3-2 എന്ന് പറയുന്ന ഒരു റേഷ്യോ ഉണ്ട്, 5-3-2. ആ 5-3-2ന്റെ ഷൂസ്, അതുപോലെ തന്നെ ഡയറ്റ്, അതുപോലെ തന്നെ മൈൻഡ്, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ഒരു ഫാക്ടറാണ് ഈ ഷൂ. ഷൂസിന്റെ കൂടെ തന്നെ നിങ്ങളെ കിറ്റ് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന ടീഷർട്ടും കാര്യങ്ങളും മാക്സിമം എയർ കയറുന്ന ടൈപ്പിലുള്ള ടീഷർട്ട് യൂസ് ചെയ്യുക. കാര്യം നിങ്ങൾക്ക് എന്താ പറയാ, സ്വെറ്റ് നല്ല രീതിയിൽ തന്നെ പുറത്തു പോവുകയും വേണം, എന്നാൽ അതിനനുസരിച്ച് എയർ നിങ്ങളെ ശരീരത്തിൽ കയറാൻ വേണം. ശരീരം ഒരുപാട് എക്സോസ്റ്റ് ആയി പോകാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിൽ ഉള്ള കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ ഷൂസും പിന്നെ ORSന്റെ കാര്യം ഞാൻ പറഞ്ഞു.
പിന്നെ വരുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഡയറ്റ്. ഡയറ്റ് ഇപ്പൊ ഞാൻ അഡ്വാൻസ് ഡയറ്റ് പറയുന്നില്ല, കാര്യം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ സ്റ്റാർട്ടിങ് ആണ്. നിങ്ങൾ എല്ലാവരും എന്താ പറയാ, നിങ്ങൾ അടുത്തുള്ള കടകളിൽ ബദാം കിട്ടും, ബദാം മേടിക്കുക, കിസ്മിസ് മേടിക്കുക. ഇത് മാൻഡേറ്ററി ആണ്. നമ്മളെ ഈ 50 ദിവസം ചലഞ്ചിലുള്ള എല്ലാവരും അത് മേടിച്ചിരിക്കണം. ബദാം കിസ്മിസ് മേടിക്കുക, 5-6 ബദാം, അതുപോലെ തന്നെ ഒരു ഒരു 8-10 കിസ്മിസും രാത്രി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് കിടക്കുക. നിങ്ങൾ റണ്ണിങ് കഴിഞ്ഞ് ഇലക്ട്രോൾ കുടിച്ചതിന് ശേഷം നിങ്ങളെ ശരീരം ഒന്ന് സെറ്റ് ആയതിനു ശേഷം രാവിലെ ഈ ഒരു ഇത് കഴിക്കുക, ബദാം. ഇത് ഓടിയിട്ട് വന്നതിന് ശേഷം, ഓടുന്നതിന് മുമ്പ് നിങ്ങൾ നോർമലി എണീച്ചുടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്, പറ്റുന്നുണ്ടെങ്കിൽ ഒരു പഴം വല്ലതും കഴിക്കുക, നല്ലതാണ്. ഒരു പഴം കഴിക്കുക എന്ന് പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വല്ല ഒരു 5-6 പഴമൊക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ റോഡിൽ തന്നെ വാളൊക്കെ വെച്ച് സീനാവും. അപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ഒരു ചെറിയൊരു പഴം കഴിക്കുക. പഴം കലോറി ഉണ്ട്, എനർജി കിട്ടും, അതുകൊണ്ട് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു പഴം, ഒരു ചെറിയ പഴം എന്തെങ്കിലും കഴിച്ചിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനത് അങ്ങനെ പഴം കഴിച്ചിട്ടൊന്നും ഓടിക്കൊണ്ടിരുന്നതല്ല, അതുകൊണ്ട് കഴിച്ച ഗുണമുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് കാലി വെറും വെയിറ്റിൽ വേണമെങ്കിൽ ഓടാം, സീനില്ല. ഇത് ഇതിന്റെ കാര്യം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നാളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നാളെ നിങ്ങൾ റണ്ണിങ് എല്ലാം ചെയ്യാനുള്ള, പക്ഷെ ബദാമും കാര്യങ്ങളും ഉള്ളവർ അതൊരു റൊട്ടീനിൽ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ മുട്ടുവേദന, ലിഗമെന്റ് വേദന, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഉപ്പൂറ്റിൽ വേദന, കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ ടൈമിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് നോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഓടുന്ന ഒരു സമയത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിന് വേറെ ഒന്നുമില്ല. പാലൊക്കെ കുടിക്കാൻ പറ്റുക, പാല് കുടിക്കുക, എഗ് വൈറ്റ് കഴിക്കുക, അതൊക്കെ കാൽഷ്യം കണ്ടന്റ് ഉള്ള സാധനങ്ങളാണ്. കാൽഷ്യം ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും വീക്കിലി ട്വൈസ്, ഒരു 2 ദിവസം, വീക്കിലി 2 ദിവസം കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുക. അതൊക്കെ ആവശ്യമാണ്. അപ്പൊ ചിലർ പറയും എന്തിനാണ് ഇതൊക്കെ കഴിക്കുന്നത്, പക്ഷെ കാൽഷ്യം ടാബ്ലറ്റ് ഒക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസം കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ പാല് കുടിക്കുക, മുട്ട കഴിക്കുക, മുട്ടയുടെ വെള്ളം കഴിക്കുക. പിന്നെ ബാക്കി കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേറെ 2-3 സപ്ലിമെന്റ്സ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഈ 50 days ചലഞ്ചിനകത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഈ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഹലോ. പറഞ്ഞു. സാർ, ഈ വീടിന്റെ അടുത്ത് ഗ്രൗണ്ട് ഒന്നും ഇല്ല, അപ്പൊ റോഡില് എന്താണ് ഓടുകയാണെങ്കിൽ 2-3 ദിവസം ഇടവിട്ടിട്ട് ഓടിയാൽ മതിയോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പൊ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസം ഓടുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ എവിടെയാണ് ഗ്രൗണ്ടിന് പകരം നിങ്ങൾക്ക്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിട്ട ഏതൊരു സർഫസിലും നിങ്ങൾക്ക് ഓടാം. ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാക്കിലും പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഹാർഡ് സർഫേസ് ആയിട്ടുള്ള ഇതിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ബീച്ചോ പുഴയല്ല സോറി, ബീച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണിൽ ഓടിയാൽ മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ. റോഡിൽ എല്ലാ ദിവസവും ഓടുന്നത് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സോഷ്യൽ, ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, എനിക്ക് എന്താ പറയാ, എനിക്ക് റോഡാണ് വീടിന്റെ അടുത്തുണ്ടായിരുന്നത്, അല്ലാതെ ഗ്രൗണ്ട് ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറയാ, നമ്മുടെ വീട് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു റെയിൽവേയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രോപ്പർട്ടിയിലാണ് ഓടി പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളൊരു ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എവിടെയെങ്കിലും. അല്ലാന്നുണ്ടെങ്കിൽ കടൽ തീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണിൽ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും എഫക്റ്റീവ് ആണ്. അങ്ങനെ ചെയ്യേണ്ടി വരും. 3 ദിവസം ഒരു ആഴ്ചയിൽ റോഡ് ഓടാവും, ആ ഇനിഷ്യൽ സ്റ്റേജിൽ, ആദ്യത്തെ സ്റ്റേജിൽ. പിന്നെ നിങ്ങൾ അവിടുത്തെ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഓടാനുള്ളത് ഇതിൽ തന്നെയാണ്, എന്താ പറയാ, റോഡിൽ തന്നെയാണ് നിങ്ങൾ ഓടുന്നത്. പക്ഷെ റോഡിൽ ഓടുന്നതിന് മുമ്പ് നിങ്ങളെ ശരീരം ഒന്ന് തൂണത്തായി വരണം. അതിന് നിങ്ങൾ ആദ്യമേ റോഡിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരാഴ്ചയിൽ 3 ദിവസം റോഡ് ഓടുക. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ ഒരു 4-5 ദിവസം റോഡ് ഓടി, ഒരു ദിവസം ഫുൾ റെപ്പറ്റീഷൻ ഗ്രൗണ്ടിലും ചെയ്ത്, പിന്നെ ബോഡി എന്താ പറയാ, മസാജിങ്ങിന്റെ രീതി എങ്ങനെയാണ് നമുക്ക് മസാജിങ്, ശരീരത്തിന്റെ ഇഞ്ചുറീസ് എല്ലാം മാറ്റാനുള്ള മസാജിങ് കാര്യങ്ങളൊക്കെ അത് പറഞ്ഞുതരാം ഞാൻ. ഈ ഇപ്പൊ ശ്രീഹരി ചോദിച്ച കാര്യത്തില് 3 ദിവസം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ദിവസം ശ്രീഹരി തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സെറ്റപ്പ് കണ്ടുപിടിക്കുക, എവിടെയാണ് മണ്ണിട്ട റോഡ് ഓടാൻ പറ്റിയ ഒരു സാഹചര്യം ഉള്ളതെന്ന്. ഓക്കെ. ചോദിച്ചോ. സാറേ, എന്റെ ഹൈറ്റ് 169 ഉള്ളൂ. 169. നമുക്ക് മുഹമ്മദ്, എന്താ പേര്? മുഹമ്മദ് ഇസ്മായിൽ.
മുഹമ്മദ് ഇസ്മായിൽ. ഓക്കെ, മുഹമ്മദിന്റെ അടുത്ത് ഇപ്പം പറയുകയാണെങ്കിൽ ടെൻഷൻ വേണ്ട. 169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സായാൽ പോലും അവര് ഒരു 0.5 പോലും ഔട്ടാക്കും. കാര്യം കഴിഞ്ഞ റിക്രൂട്ട്മെന്റ് ബോർഡ് ഫിസിക്കലിന് പോയത് ഹൈറ്റിൽ പോയതാണ്. Unfit ആയി. 169 എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ എടുക്കില്ല. 169.5 ആണെങ്കിൽ എടുക്കില്ല. 170 കറക്റ്റ് കാണും. അപ്പൊ അതിപ്പോ അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ടോ വെച്ച് വാക്കിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യുക. ടോ വാക്കിംഗ് എക്സസൈസ് ചെയ്യുക റണ്ണിങ്ങിന് ശേഷം ടോ കൊണ്ട് വാക്കിംഗ് എക്സസൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്കോട്ട് എക്സസൈസ് ചെയ്യാറില്ലേ? സ്കോട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സ്കോട്ട് ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് ടോ കൊണ്ട് കാഫ് റൈസ് പോലത്തെ എക്സസൈസ് ചെയ്യുക. കാഫ് റൈസ് ടോയില് കുറെ നേരം നടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ട്രെച്ചിങ്, നമ്മുടെ ചിന്നപ്പാറിൽ നല്ല രീതിയിൽ 2 കൈയും വലിച്ചിട്ട് സ്ട്രെച്ചിങ് ചെയ്ത് കാലിന്റെ പാദം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. ഈ ഒരു എക്സസൈസ് ചെയ്ത് നല്ല രീതിയിൽ ഇത് ചെയ്തതിന് ശേഷം പിന്നെ ഓവർ വെയിറ്റ് ഉള്ള സ്ക്വാട്ട് ഓവർ വെയിറ്റ് ഇട്ട് ചെയ്യാൻ പാടില്ല. എന്താ പറയാ, ഒരു 5 കിലോ അല്ലെങ്കിൽ 10 കിലോ വരുന്ന സ്ക്വാട്ട് എക്സസൈസ് ചെയ്തിട്ട് ടോയില് കുത്തി എപ്പോഴും നമുക്ക് നടക്കാൻ പറ്റുമെന്ന് നോക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട് ഫൂട്ട് നമ്മുടെ എന്താ പറയാ, കാഫ് റൈസിന് നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? കാഫ് റൈസ് ചെയ്യാൻ വേണ്ടി നമ്മള് കാലിന്റെ വിരൽ വരുന്ന ഭാഗം തറയിൽ റൈസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാറില്ലേ? ആ രീതിയിൽ എക്സസൈസ് ചെയ്യുക. ആ രീതിയിലുള്ള എക്സസൈസ് ഒരു 5-6 റെപ്പറ്റീഷൻ ചെയ്യുക. മനസ്സിലായി? പിന്നെ അതിനുശേഷം വേറൊരു സെറ്റപ്പ് ഉണ്ട്. അത് ഞാൻ ഇപ്പൊ എങ്ങനെ കാണിച്ചുതരാം? എനിക്കത് അറിയാം, പക്ഷേ ഞാൻ എങ്ങനെ കാണിച്ചുതരാം നിങ്ങൾക്ക്? ഓക്കെ, വീഡിയോ കോളിൽ ഞാൻ കാണിച്ചു തരാം. അത് ആ രീതിക്കൊന്ന് ചെയ്യണം. ഓക്കെ. നമ്മളെ എന്താ പറയാ, 2 കൈയും നല്ല രീതിയിൽ പൊക്കി വെച്ചതിന് ശേഷം സ്ട്രെച്ച് ചെയ്യുക. നല്ല രീതിയിൽ 2 കൈയും നല്ല രീതിയിൽ മാക്സിമം കൈ മേളിലോട്ട് നോക്കി സ്ട്രെച്ച് ചെയ്ത് ടോയിൽ നടക്കാൻ ശ്രമിക്കുക. ഈ ഒരു രീതിയിൽ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഇഞ്ച് എന്നൊക്കെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 65-67 ഒക്കെ ഉള്ളവരടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. നമുക്ക് 69-70 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്സ് ആണ്. ഇത് കൂടുതൽ നമുക്ക് എന്താ പറയാ, മലയാളം വീഡിയോസിനെക്കാട്ടിയും ബേസിക്കലി ഇംഗ്ലീഷ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ആണ്. ഇംഗ്ലീഷ് ലെവലിലുള്ള യൂട്യൂബ് വീഡിയോസ് ആണ്. പല ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആണ്. ചെറിയ രീതിയിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള. ഇപ്പൊ ചിലര് പറയും 160 ഡിഗ്രിയിൽ നിന്നും 160 സെന്റിമീറ്ററിൽ നിന്നും 170 സെന്റിമീറ്റർ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള യൂട്യൂബ് വീഡിയോകളാണ്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അറിയാലോ, നിങ്ങൾക്ക് അറിയാം, ബേസിക് ആയിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി. 160-70 ആവാൻ പറ്റില്ല, 69 നിന്ന് 70 ആവാൻ പറ്റും. അതിനുള്ള വീഡിയോസ്, അങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് കൊടുക്കുന്ന വീഡിയോസ് ഉണ്ട്. അത് നോക്കിയിട്ട് ആ രീതിയിലുള്ള എക്സസൈസ് റണ്ണിങ്ങിന് ശേഷം ചെയ്യാം. മനസ്സിലായില്ലേ? അത് കണ്ടിന്യൂ ചെയ്ത് അതൊരു എന്താ പറയാ, കുറച്ച് ദിവസം, 1 ആഴ്ച 2 ആഴ്ച ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ പോയിന്റ് ചേഞ്ചസ് വരും. പോയിന്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പോസിറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ SSC പോകുന്ന സമയത്ത് മുടി വെട്ടണ്ട കേട്ടാ. മുടി വെട്ടുന്നില്ല, അതൊരു ചെറിയ പൊടിക്കൈയാണ്, എന്നാലും അത് ചെറിയ രീതിയിൽ എഫക്റ്റീവ് ആണ്. ഓക്കെ. ബാക്കി വേറെ നിങ്ങളെ ഡൗട്ട്സ് ചോദിച്ചാൽ? ഒരു 7-8 കിലോനൊക്കെ ഓവർ വെയിറ്റ് ഉണ്ടാവും. എത്ര ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 171. 171. വെയിറ്റ് എത്ര? 74 ഒക്കെ ഉണ്ടാവും. 74 എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള 8 കിലോ വെയിറ്റ് കുറയ്ക്കണം. മാക്സിമം അല്ല, മിനിമം 8 കിലോ വെയിറ്റ് കുറയ്ക്കണം. മിനിമം 8 കിലോ വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് എല്ലാ ഈ വാക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഈ വാക്ക് ആൻഡ് റൺ എന്ന് പറഞ്ഞ സെറ്റപ്പില് ഞാൻ ഡെയിലി ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നിപ്പോ രാവിലെ ഓടിയപ്പോ ഞാൻ 5 കിലോമീറ്റർ ഓടിയിട്ട് 27 മിനിറ്റും സെക്കൻഡ് കൊണ്ട് ഓടി. ഒരു 3 മിനിറ്റ് കയറി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ വെയിറ്റ് അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റണ്ണിങ് നിങ്ങളടുത്ത് പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ റണ്ണിങ് ചെയ്യേ. റണ്ണിങ്ങിൽ നിങ്ങളെ ടൈം കുറയ്ക്കുക എന്നുള്ള എന്റെ ഉത്തരവാദിത്വമല്ലേ, അത് ഞാൻ കുറച്ചു തരാം. പക്ഷെ നിങ്ങൾ റണ്ണിങ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട്
സാർ ഞാൻ 50 ഡേയ്സ് ചലഞ്ചിലുണ്ട് എനിക്ക് ഓട്ടം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ഓടുന്ന ഒരാളാണ്. ഇപ്പൊ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു മാക്സിമം ആളുകൾ ഓൾറെഡി ഓടി തുടങ്ങിയവരായിരിക്കും, അല്ലെങ്കിൽ ആർമിക്ക് വേണ്ടി ഓടിയവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓട്. നിങ്ങൾ ഇപ്പൊ നിങ്ങളെ റിസൾട്ട് നിങ്ങൾ നോക്കല്ലേ. നിങ്ങൾക്ക് റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ റിസൾട്ട് അത് എങ്ങനെ നമുക്ക് നല്ല ടൈമിനകത്ത് ക്ലോസ് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് ഇപ്പൊ വെയിറ്റ് സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ വരും. പക്ഷെ വെയിറ്റ് കുറവുള്ള ആള് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ആള് ഓടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്പോർട്സ് ടീമിലുള്ളതാണ്. ആൾക്ക് 80 കിലോ വെയിറ്റ് ഉണ്ട്. 80 കിലോ വെയിറ്റും ഉണ്ട് ആൾ. എനിക്ക് 175 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്, 175. അവന് 173 സംതിങ് ഉള്ളു. അവൻ 80 kg വെയിറ്റ് ആണ്. ആ 80 kg വെച്ച് അവൻ ക്രോസ് കൺട്രി ആദ്യത്തെ 3 പൊസിഷനകത്ത് വന്നിട്ടുണ്ട്. 10 കിലോമീറ്റർ ഓട്ടം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റിനകത്ത് അവൻ 10 കിലോമീറ്റർ ഓടി വന്നിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 24 മിനിറ്റ് 25 മിനിറ്റ് 5 കിലോമീറ്റർ കൊടുക്കുമ്പോൾ 10 കിലോമീറ്റർ നിങ്ങൾ 30-32 മിനിറ്റിൽ ഓടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ എന്ത് സ്പീഡിൽ ഓടണമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ 80 കിലോ വെയിറ്റ് ഉള്ള ആളാണ് ഈ ഇത്രയും ഓടി വരുന്നത്, അവന്റെ സ്പീഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അവൻ വണ്ണത്തിന് കാര്യമില്ല, പക്ഷെ വണ്ണം നിങ്ങൾക്ക് ഓക്സിജൻ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് നിവേദ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഓടിക്കഴിഞ്ഞതിന് ശേഷം റെപ്പറ്റീഷൻ അടിക്കുക, റെപ്പറ്റീഷൻ കൊടുക്കുക. ശരീരത്തിൽ ഒരു 100 മീറ്ററിന്റെ അല്ലെങ്കിൽ 200 മീറ്ററിന്റെ സെറ്റ് അടിക്കുക. ഒരു മിനിമം 4 സെറ്റെങ്കിലും റെപ്പറ്റീഷൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓക്സിജൻ ബ്രേക്ക് ഡൗൺ ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് ബേൺ ആവാൻ സ്റ്റാർട്ട് ആവും. പിന്നെ അതുപോലെ തന്നെ രാവിലെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. എന്നിട്ട് ഫ്ലൂയിഡ് കണ്ടന്റ് ഉള്ള ഫുഡുകൾ, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ മാക്സിമം കഴിക്കുക. ഉച്ചയ്ക്ക് ഒരു 2 തവി ചോറ് കഴിക്കുക. രാത്രി ചോറ് കഴിക്കാതിരിക്കുക. ഒരു മാക്സിമം ഒരു 3 ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക. ഇത്രയും മാത്രം കഴിക്കുക. ഇത് ഫോളോ ചെയ്ത് കൊണ്ടുപോവുക. നമുക്ക് വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ജിം വേണമെന്നുണ്ടെങ്കിൽ ജിമ്മിൽ ഒരുപാട് എക്സസൈസ് ഉണ്ട്. കാർഡിയോ എക്സസൈസ് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. കാർഡിയോ എക്സസൈസ് ജിമ്മിൽ അവർ ചെറിയ രീതിയിൽ ഒരുപാട് കാർഡിയോ എക്സസൈസ് ചെയ്യണ്ട. കാര്യം നിങ്ങൾക്ക് 50 ദിവസം കൊണ്ട് ഞാൻ നിങ്ങളെ വെയിറ്റ് കുറച്ച് തരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ ചെയ്താൽ മതി. നിവേദ വെയിറ്റ് കുറയാം. ഫുഡിന്റെ കാര്യത്തിലും പിന്നെ കിടക്കുന്ന ടൈമിലും ഫുഡ് കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക. ഫുഡ് കഴിച്ചിട്ട് ഒരു മാക്സിമം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് കിടക്കുക. ഫുഡ് മാക്സിമം രാത്രി ഒരു 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക. സന്ധ്യയ്ക്ക് ഒരു 6 മണിക്ക് 7 മണിക്കും ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കുറയും. ഓക്കെ. സാർ എനിക്ക് 5 കിലോമീറ്റർ ഓടി തീർക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ എനിക്ക് സമയബന്ധിതമായിട്ട് തീർക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, സമയത്തിന്റെ കാര്യം ഇപ്പം ചിന്തിക്കണ്ട. സമയത്തിന്റെ കാര്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റും സമയവും റിലേറ്റ് ചെയ്താണ് ഞാൻ പറഞ്ഞ റെപ്പറ്റീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞ. റെപ്പറ്റീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞതിന് ശേഷം 200 മീറ്ററിന്റെ ഒരു 3-4 സെറ്റ് അടിക്കുക. അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ. ബാക്കി വേറെ ഡൗട്ട് ചോദിക്കുക. വേറെ നിങ്ങളെ ഡൗട്ട്സ് ചോദിക്കും. നാളത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നാളത്തെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഇപ്പൊ ഞാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വാട്സാപ്പിനകത്ത് ഇതിനകത്ത് എല്ലാവരും ഇത് ഇട്ടിട്ടില്ല, ബയോ ഇട്ടിട്ടില്ല. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. 50 ഡേയ്സ് ചലഞ്ച് എന്ന് ഇടുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ എല്ലാവരും അത് ഇടുക. അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾക്കുള്ള ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് റിയൽ നിങ്ങൾ ഡ്രീം ചെയ്യും. അതിനെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതൊരു 50 ഡേയ്സ് ചലഞ്ച് എന്നുള്ള നിങ്ങളെ ബയോട്ട് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ വാട്സാപ്പ് DP ഇടാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഐഡന്റിറ്റിയാണ് വാട്സാപ്പ് എന്ന് പറഞ്ഞത്. വാട്സാപ്പിലൊരു DP നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഒരു ഐഡന്റിറ്റി എന്താണെന്ന് അറിയാനുള്ളതാണ് വാട്സാപ്പ് DP. അപ്പൊ ഒരു ഫോട്ടോ ഇടാത്ത ഒരാൾക്ക് എന്ത് നമുക്ക് പറയാൻ പറ്റും? ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ആക്ടറെ ഫോട്ടോ ഇട്ടിരിക്കുക. അതൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി, രാജ്യസ്നേഹമുള്ള ഒരാൾ. ഇതിൽ തന്നെ ഞാൻ കുറെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടിട്ടുണ്ട്, ഒരു ഡിഫൻസ് ലോഗോ കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം നമുക്ക് മനസ്സിലാവും. സ്വന്തം ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും.
നിങ്ങൾക്ക് ഒരു ഇതും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഇടാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഐഡന്റിറ്റി അവിടെ വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഫോഴ്സിൽ വരുന്ന ഒരാൾക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റിയാണ് സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് വേണം, എനിക്ക് നിർബന്ധമാണ് ആ കാര്യം, അത് വേണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വാട്സപ്പ് ബയോ, എല്ലാവരും അത് ചെയ്യാൻ വേണം. ഓക്കെ. പിന്നെ ഞാന് നിങ്ങളെ ആപ്പിന്റെ കാര്യം നാളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. നാളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ആവശ്യമുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഒരു നമ്മുടെ ആപ്പിനകത്ത് എങ്ങനെയാണ് അതിന്റെ ഈ ഫിസിക്കലിന് വേണ്ടിയുള്ള കാര്യങ്ങളെന്ന്. അപ്പൊ അത് നമ്മുടെ ടെക്നിക്കൽ ടീം ഇതിനകത്തുണ്ട്. ടെക്നിക്കൽ ടീം നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരും. അഖിൽ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അഖില് കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്ക്. ഹലോ ഹലോ. കേക്കാവോ? കേൾക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ. ആപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇന്നത്തെ പുതിയ അപ്ഡേറ്റിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടാബ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്ന ടാബിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോബ് നോട്ടിഫിക്കേഷൻസും അവിടെ വരും. ഓക്കെ. നിങ്ങൾക്ക് അത് സ്വൈപ്പ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഏത് ഏജ് ഗ്രൂപ്പാണ്, എത്രയാണ് സാലറി, എത്രയാണ് വേക്കൻസി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് വരും. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും അതിൽ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്കമിങ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ, ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എല്ലാം അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്ന ടാബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ. ഈ ഒരു ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ. ഓക്കെ. അപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും എല്ലാ എൻട്രീസ് ഒന്നും അറിയത്തില്ല. ഏതൊക്കെ എൻട്രീസാണ് ആർമിയിലുള്ളത്, എയർഫോഴ്സിലുള്ളത്, നേവിയിലുള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കരിയർ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. മൂന്നാമത്തെ ടാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ്. ഓക്കെ. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന അപ്ഡേറ്റ് ആണ് ഈ പറഞ്ഞ ഫിറ്റ്നസ്. ഈ ഒരു ഡിഫൻസുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്ത ഒരു പുതിയൊരു ഫീച്ചറാണ് ഈ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ 3 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ BMI ആണ്. ഓക്കെ. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ BMI ഒന്ന് ചെക്ക് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ നിങ്ങളുടെ BMI ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇപ്പോഴത്തെ വെയിറ്റും നിങ്ങൾ ഇപ്പോഴത്തെ ഹൈറ്റും അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണോ, നോർമൽ ആണോ, അണ്ടർ വെയിറ്റ് ആണോ, ഒബിസിറ്റി ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഓവർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിഖിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ത് ചെയ്യേണ്ടതെന്നുള്ള, ഓവർ വെയിറ്റ് കുറയ്ക്കാനുള്ളത്. അതേപോലെ ഇപ്പം വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ, അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും നിങ്ങൾക്ക്. ഓക്കെ. അത് ഫസ്റ്റ് നിങ്ങൾ BMI ചെക്ക് ചെയ്യണം. എല്ലാ വീക്കിലിലും എല്ലാ സൺഡേസിലും രാത്രി നിങ്ങൾ BMI ചെക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ട്രാക്കറാണ്. ഓക്കെ. ഈ റണ്ണിങ് ട്രാക്കറിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദിവസം ഓടുന്ന ഡിസ്റ്റൻസ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നിങ്ങളിപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊരു 2 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഡിസ്റ്റൻസ് 2 കൊടുക്കുക. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര സമയമെടുത്ത് ആ ഒരു ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് കാലോറീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബേൺ ചെയ്ത കാലറീസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അതാണ് ഈ റണ്ണിങ് ട്രാക്കറിൽ വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്ന സെക്ഷനാണ് അത് ഡെയിലി നിങ്ങൾ ചെയ്യണം. ഓക്കെ. നാളെ തൊട്ട് നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ ആ നാളെ തൊട്ടുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് അത് empty ആയിട്ട് വരും. ഓക്കെ. ഡെയിലി നിങ്ങൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് ആണ്. ഓക്കെ. ഈ റിപ്പോർട്ട്സിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ ഇന്ന് നാളെ തൊട്ട് നിങ്ങൾ ഓടാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 50 ഡേയ്സിൽ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ നിങ്ങൾ മൊത്തത്തിൽ ഓടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ടോട്ടൽ മിനിറ്റ്സ് നിങ്ങൾ എടുത്തു, എത്ര കാലറീസ് നിങ്ങൾ ബേൺ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഈ റിപ്പോർട്ട് സെക്ഷനിൽ വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അത് ബേസിക്കലി ഒരു അനലിറ്റിക്കൽ ഗ്രാഫാണ്. ഓക്കെ. ഈ അനലിറ്റിക്കൽ ഗ്രാഫ് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിവസം ഓടുന്ന ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നിങ്ങളിപ്പം 22-ാം തീയതി നാളെ നിങ്ങളൊരു 2 കിലോമീറ്റർ ഓടി.
അടുത്ത് 23-ാം തീയതി നിങ്ങളൊരു 3 കിലോമീറ്റർ ഓടിയെന്ന് വിചാരിച്ചോ. അങ്ങനെ 50 days ആകുമ്പോൾ നിങ്ങൾക്കൊരു അനലിറ്റിക്കൽ ഗ്രാഫ് നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം പ്രോഗ്രസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ഗ്രാഫ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡ്യൂറേഷനും അതേപോലെ തന്നെയാണ്. നിങ്ങൾ എത്ര ടൈം എടുത്തു ഇന്ന ദിവസത്തിൽ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ, അന്ന് ഞാൻ എവിടെയായിരുന്നു, ഇന്ന് ഞാൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓക്കെ. അതുപോലെ തന്നെയാണ് കാലറീസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ നിങ്ങളെ ഡെയിലി ആക്ടിവിറ്റീസ് അതിൻ്റെ അകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇവിടെ ആക്ടിവിറ്റീസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഓടി എത്ര ഡിസ്റ്റൻസ് എടുത്തു, എത്ര ടൈം എടുത്തു എന്നുള്ളത് ഡെയിലി നിങ്ങൾ ആ റണ്ണിങ് ട്രാക്കറിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം. ഇന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വീണ്ടും അത് റീസെറ്റ് ആവും. നാളെ നിങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം. നാളത്തെ ദിവസത്തെ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസ്, അതായത് തലേദിവസം ഓടിയതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ താഴത്തെ ഗ്രാഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, കാലറീസും അതേപോലെ. പിന്നെ വെയിറ്റിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഓവർ വെയിറ്റ് ആണെങ്കിലും അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വീക്കിലും BMI ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ ഗ്രാഫ് നിങ്ങൾക്ക് വരും. ഓക്കെ, ആ ഒരു ഏരിയ ഗ്രാഫിൽ നിങ്ങളെ വെയിറ്റിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 50 ദിവസത്തിൽ നിങ്ങൾ എല്ലാ വീക്കിലും ഈ പറഞ്ഞ BMI ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടും, നിങ്ങൾ എവിടെ തുടങ്ങി എവിടെ ഇന്ന് നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ റീസെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡേറ്റ ഇതിൻ്റെ അകത്തുനിന്ന് വൈപ്പ് ഔട്ട് ആവും. ഓക്കെ, ബേസിക്കലി നിങ്ങളുടെ ഡേറ്റാസ് ഒന്നും നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ ഫോണിൽ തന്നെയാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽസ്. നിങ്ങളുടെ BMI ആണെന്നുണ്ടെങ്കിൽ, റണ്ണിങ് ട്രാക്കർ ആണെന്നുണ്ടെങ്കിൽ, റിപ്പോർട്ട്സ് എല്ലാം സ്റ്റോർ ആവുന്നത് നിങ്ങളുടെ ഫോണിൽ തന്നെയാണ്. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് ഒരു ഡേറ്റാസും നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ റീസെറ്റ് ബട്ടൺ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡേറ്റ വൈപ്പ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് ഈ ഒരു 50 days ചലഞ്ച് കഴിയുന്നവരെ നിങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യരുത്, റീസെറ്റ് ചെയ്യരുത്. എന്നാലേ നിങ്ങളുടെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫിറ്റ്നസിൻ്റെ കാര്യം പറയുന്നത്, ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് വേറൊരു സെക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് അതിൻ്റെ അകത്ത് ഇനി കുറേ അപ്ഡേറ്റ്സ് വരാനുണ്ട്. മോക്ക് ടെസ്റ്റും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരും. ഇപ്പം ബേസിക്കലി ആയിട്ട് നിങ്ങൾക്ക് നമുക്കുള്ള വെപ്പൺസ്, നമുക്കുള്ള നേവൽ ഫ്ലീറ്റ്, ഫൈറ്റ് ഫ്ലീറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ ഐഫോൺ യൂസേഴ്സിന് ആപ്പ് ഇപ്പോൾ ഇല്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ആപ്പ് നമുക്ക് ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ആപ്പിൾ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നതായിരിക്കും. ഫോർ ദ ടൈം ബീയിങ് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ഞങ്ങളൊരു ഫോം ഇടും. ആ ഫോമിൻ്റെ അകത്ത് ഐഫോൺ യൂസേഴ്സ് ഫില്ല് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യുക. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ജിമെയിലിൽ ഒരു മെയിൽ വരും റിഗാർഡിങ് ഒരു സ്പ്രെഡ്ഷീറ്റ് വരും. ആ സ്പ്രെഡ്ഷീറ്റിൻ്റെ അകത്ത് നിങ്ങളുടെ BMIയും റണ്ണിങ് ട്രാക്കർ എല്ലാം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്തോളാം. അതാണ് ഐഫോൺ യൂസേഴ്സിന് ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഈ ട്രാക്കിംഗ് ചെയ്യുന്ന കാര്യത്തിൽ? ടെക്നിക്കലായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് പ്ലാനിന്റെ കാര്യമൊന്നും, അതൊക്കെ ഫുഡ് പ്ലാൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫുഡ് പ്ലാന് ഇപ്പം അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ട് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ് ഫുഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് ആപ്പിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ, ഒബിസിറ്റി ആണോ എന്താണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ എങ്ങനത്തെ ഫുഡ് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾക്ക് ഫുഡ് പ്ലാൻ തരണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തീർന്നെന്ന് വിചാരിക്കുന്നു. നാളത്തെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിഖിൽ പറഞ്ഞു തരും. ഇതിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ BMI ചെക്ക് ചെയ്യണം. ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്തിട്ട് BMI നോക്കുക. അതിനുശേഷം നിങ്ങൾ നാളെ ഓടാൻ പോകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് എടുത്തു, എത്ര ടൈം എടുത്തു എന്നുള്ളത് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അത്രയും തന്നെ. അത് ഡെയിലി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എല്ലാ ദിവസവും ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഓടുന്നതും ഈ പറഞ്ഞ മിനിറ്റ്സ് എത്ര മിനിറ്റ്സ് എടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. BMI എല്ലാ വീക്കിലിയും വൺസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഹോപ്പ് യു ആൾ ആർ ക്ലിയർ അബൌട്ട് ദി ഹൗ ദി ആപ്പ് വർക്ക്സ്. ഓക്കെ, നിഖിലിന് പറഞ്ഞു തരും ബാക്കി ഡീറ്റെയിൽസ്. ഇപ്പോൾ ഈ ഒരു ആപ്പിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. iOS കാര്യം എനിക്കറിയാം, കുറച്ച് ബുദ്ധിമുട്ടാണ് iOS കാർക്ക്.
iOS-കാർക്കുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാ ഫോം ഫില്ല് ചെയ്യുക. iOS-കാർ മാത്രം ഫോം ഫില്ല് ചെയ്യുക, ആപ്പിൾ യൂസേഴ്സ് മാത്രം, ഐഫോൺ യൂസ് ചെയ്യുന്നവർ മാത്രം. ബാക്കി എല്ലാവരും ഫോം ഫില്ല് ചെയ്യേണ്ട. ഐഫോൺ യൂസ് ചെയ്യുന്നവർ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക ഫോം. അവർക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് നാളെ മെയിലിൽ വരും, അവരത് ചെയ്യും. ബാക്കി ഇപ്പം വിവേക് ഉണ്ണികൃഷ്ണൻ, ഞാൻ പറഞ്ഞില്ല, നിങ്ങളിപ്പോ നിങ്ങളെ ഡീറ്റെയിൽസ് എനിക്കല്ല തരാനുള്ളത്. നിങ്ങൾക്ക് നാളെ നിങ്ങൾ ആ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് ആപ്പിനകത്താണ് നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ സൈഡിൽ നിന്ന് നല്ലൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒരു 100% എഫേർട്ട് ഞാൻ പറയുന്നില്ല. എന്റെ സൈഡിൽ നിന്ന് ഞാനൊരു 90% എഫേർട്ട് എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു 50% എഫേർട്ട് എനിക്ക് വേണം. കാര്യം എന്താ പറയാ, നിങ്ങൾക്കും വിലപ്പെട്ട സമയമാണ്, എനിക്കും വിലപ്പെട്ട സമയമാണ്. അതിൽ നമ്മൾ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഔട്ട്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാം. അപ്പൊ അതില് വരുന്ന മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ, എനിക്ക് ആദ്യത്തെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്താണ്, നിങ്ങളെ പാറ്റേൺ എന്താണ്, നിങ്ങൾ എത്രത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ള എല്ലാം എനിക്ക് ആദ്യത്തെ ഒരു 5 ദിവസം മതി. വെറും 5 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് 5 ദിവസം കൊണ്ട് പറയാൻ പറ്റും ഇതിൽ എത്രത്തോളം പേര് ആത്മാർത്ഥമായിട്ട് ഇതിന് വേണ്ടി നിൽക്കുന്നു, അല്ല ജസ്റ്റ് ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി എത്ര പേര് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എല്ലാം എനിക്ക് അറിയാൻ പറ്റും. എനിക്കൊരു 5 ദിവസത്തെ ടൈം മതി ഇത് പറയാൻ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കുക, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇല്ല നിങ്ങൾ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാനും ആ രീതിയിലോട്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ നാളെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം രാവിലെ 5 മണിക്ക് എണീക്കുക. അലാറം വെച്ച് എണീക്കുക. ആദ്യത്തെ ഒരു 10 ദിവസം നിങ്ങൾക്ക് അലാറം വെച്ച് എണീക്കേണ്ടി വരും. 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അലാറം ഞാൻ നിങ്ങളടുത്ത് ഓഫ് ചെയ്യാൻ പറയും. അതും ഞാൻ പറയും. ഓഫ് ചെയ്തിട്ട് നിങ്ങൾ തന്നെത്താൻ ഓട്ടോമാറ്റിക്കലി 5 മണിക്ക് നിങ്ങളെ കണ്ണ് തുറക്കും. ആ രീതിക്ക് ആ ഒരു രീതിയിൽ നിങ്ങളെ ബോഡിയെ ഞാൻ ട്യൂൺ ചെയ്തെടുക്കും. ആ ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്നത്. അപ്പൊ അതിന് രാവിലെ നാളെ 5 മണിക്ക് എണീക്കുക. രാവിലെ എണീച്ച് എന്തെങ്കിലും നോർമൽ വാട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലൂക്ക് വാം വാട്ടറോ കുടിച്ച് ഫ്രഷായി രാവിലെ വാക്കിംഗ് ഒരു 5 മിനിറ്റ്, ദെൻ ജോഗിങ് ഒരു 10 മിനിറ്റ്, ദെൻ വാക്കിംഗ് 5 മിനിറ്റ്, ദെൻ 10 മിനിറ്റ് ജോഗിങ്. അങ്ങനെ ഒരു 30 മിനിറ്റ്, 40 മിനിറ്റ്, 50 മിനിറ്റ് മാക്സിമം. 50 മിനിറ്റ് മാക്സിമം. സ്വെറ്റിംഗ് ചെറിയ രീതിയിൽ വന്നാൽ മതി. ഒരുപാട് വിയർത്ത് കുളിക്കണം ഞാൻ പറയാം. ചെറിയ രീതിയിൽ സ്വെറ്റിംഗ്, ബോഡി ഒന്ന് ഹീറ്റ് ആണോ, നാളത്തെ ദിവസം ഹീറ്റായി എനിക്ക് കാണണം, അത്രയും ഞാൻ പറയുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യാനുള്ള ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക് ഞാൻ പറയാം. നിങ്ങളെ ഹോംവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഹോംവർക്ക് നമ്പർ 1, നിങ്ങളെല്ലാവരും ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ആൻഡ്രോയിഡ് യൂസേഴ്സ് ഇന്ന് തന്നെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആപ്പിനകത്ത് കയറി അവരൊരു ഹൈറ്റും വെയിറ്റും കൊടുക്കുക. അവരൊരു ഇത് കാണിക്കും, BMI കാണിക്കും. നോർമൽ ആണോ, അബ്നോർമൽ ആണോ, ഒബിസിറ്റി ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. അതനുസരിച്ച് എന്താണ് റിസൾട്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത് കഴിഞ്ഞേ പറയാൻ പറ്റൂ. അത് കാണിക്കും. അത് കഴിഞ്ഞ് നാളെ നിങ്ങൾ രാവിലെ നിങ്ങൾ ഓടുന്ന സമയത്ത് ഓടുന്ന എത്ര ഡിസ്റ്റൻസ് ആണെന്ന് സ്വാഭാവികമായി കയ്യിൽ വെച്ചിരിക്കുക. കയ്യിൽ ഫോൺ വെച്ച് ഓടാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഫോണ് കയ്യിൽ വെച്ച് ഓടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ ഓടുന്നത് എന്നുള്ള, കയ്യിൽ വാച്ച് കിട്ടിയിരിക്കും. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന പോയിന്റ് വരെ എത്ര കിലോമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ആ ദൂരം ഓടുക. അതിന് നിങ്ങൾ എത്ര ടൈം എടുക്കുന്നു എന്നുള്ള, നടന്നും ജോഗിങ്ങും വാക്കിങ്ങും ചെയ്തു പോകുന്ന സമയം അത്രയും മതി. അത് ഓടിപ്പോയിട്ട് നിങ്ങളെ ഈ ഒരു ആപ്പിനകത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് നോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഒരു ഇത് വരും. നിങ്ങൾ ഈ ഒരു സാധനം നാളെ നിങ്ങൾ ഈ ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. മനസ്സിലായില്ലേ? ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമോ വാട്ട് എവർ ഇറ്റ് ഈസ്, സോഷ്യൽ മീഡിയയായ ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങളത് ഇത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് അല്ല, സ്റ്റോറി ഇടുക. സ്റ്റോറിയിൽ കൂടെ ജോയിൻ ഇന്ത്യൻ ഫോഴ്സ് മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നിനുമല്ല, എനിക്ക് നിങ്ങൾ വാട്സാപ്പിനകത്ത് ഫോട്ടോസ് ഇങ്ങനെ എല്ലാവരും സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ചവറ് പോലെയാവും. ഞാനപ്പോൾ സ്റ്റോറീസ് ഇടുന്ന സമയത്ത് എനിക്ക് സ്റ്റോറീസ് നോക്കാൻ പറ്റും. ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എത്ര പേരാണ് ഓടാൻ പോകുന്നത് അത്രയും പേര് നാളെ എന്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 120 പേർക്ക് ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ 120 പേരെ ഞാൻ ഒരേ ഇതിലേ കാണാറുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് സെപ്പറേറ്റ് രീതി ഞാൻ കാണില്ല. പക്ഷെ നിങ്ങൾ എന്റെ അടുത്ത് ഏത് രീതിയിലാണോ അപ്രോച്ച് ചെയ്യുന്നത് അതനുസരിച്ച് എന്റെ അപ്രോച്ചും മാറും. ഒരു 5 ദിവസം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം പേര് ഇതിൽ എഫക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു, എത്രത്തോളം പേർക്ക് പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര പേർക്ക് നിൽക്കാൻ പറ്റുന്നു. അത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ആയി പോകും. അതും എനിക്കറിയാം. അപ്പോൾ നിൽക്കുന്നവരെന്ത് ചെയ്യുക, നാളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നാളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റണ്ണിങ് ചെയ്യുക. റണ്ണിങ് നിങ്ങളുടെ ടൈം ചിലപ്പോൾ വേസ്റ്റ് ടൈം ആയിരിക്കും. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേസ്റ്റ് ടൈം. എനിക്ക് ഓൾറെഡി എക്സ്പെർട്ട് ആയിട്ടുള്ളവരല്ലല്ലോ എനിക്ക് വേണ്ട. എക്സ്പെർട്ട് ആയിട്ടുള്ളവരെ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്?
എക്സ്പെർട്ട് അല്ലാത്തവരെയാണ് എനിക്ക് വേണ്ട. നിങ്ങളെ ഞാൻ എക്സ്പെർട്ട് ആക്കുക എന്നുള്ള എന്റെ കടമയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നാളെ നിങ്ങൾ ഓടുക, വാക്കിംഗ് ചെയ്യുക, ഓടുക, വാക്കിംഗ്, ഓടി, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് വരുന്ന എന്താ പറയാ നമ്മുടെ ഒരു ടൈമും ഡിസ്റ്റൻസും അത് നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ പ്രൊഫൈല് നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കാം. ആ ഒരു ആപ്പിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അതിന്റെ കലോറി കാണിക്കും. അത് വന്നതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിനകത്ത് സ്റ്റോറി ഇടുക. എന്നിട്ട് അതിൽ ജോയിൻ ഇന്ത്യ കോഴ്സിനെ മെൻഷൻ ചെയ്യുക. ഈ മെൻഷൻ ചെയ്തതിന് ശേഷം ഈ സ്റ്റോറീസ് ഞാൻ നോക്കും, എല്ലാവരെയും സ്റ്റോറീസ് നോക്കും. ഈ സ്റ്റോറീസ് ഞാൻ നോക്കിയതിന് ശേഷം ഞാൻ അനലൈസ് ചെയ്യും അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അതിനകത്ത് എന്നാലും എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുക. വേറെ ചിലർ നിങ്ങളോട് ചോദിക്കും, ഓ നിങ്ങൾ എന്താ ഇപ്പൊ എന്താ പെട്ടെന്ന് റണ്ണിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്നൊക്കെ ചോദിക്കും ചിലര്. അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് വേണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് വാട്സാപ്പിലാണെങ്കിൽ 50 days ചലഞ്ച് എന്നുള്ള ഒരു രീതിയിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോറി ഇട്ടാൽ മതി, സ്റ്റോറി മെൻഷൻ ചെയ്യുക. ഇതെനിക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതെനിക്ക് മോണിറ്റർ ചെയ്യണം, നിങ്ങൾ എത്ര പേര് ഓടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയണം. കാര്യം ഞാൻ ഇപ്പൊ സ്റ്റോറി ഇടാൻ പറയുമ്പോൾ സ്റ്റോറി നിങ്ങൾ 10 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ 10ൽ 5 പേര് സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം നിങ്ങൾ 5 പേരെ ഓടിട്ടുള്ളൂ എന്നുള്ളത്. അപ്പം 10 പേരും ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തതായിട്ട് ആരും ഇല്ല. ഇന്നത്തെ സമയത്ത് ആരെങ്കിലും ഇല്ലാതിരിക്കില്ല എന്ന് എനിക്കറിയാം. ഈ പറയുന്ന എനിക്ക് വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാരും അവരൊരു നാളെ റണ്ണിങ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ആ സ്റ്റോറി ഇടുക. അത് നമ്മൾ ഫോളോ ചെയ്യും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. ഞാൻ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സ്റ്റോറി ഇടുക. അപ്പൊ നാളെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എല്ലാ ദിവസവും 50 ദിവസം സ്റ്റോറി ഇടണമെന്ന് ഞാൻ പറയില്ല. നാളെ എനിക്ക് നിങ്ങൾ സ്റ്റോറി ഇടണം. എനിക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്, അതിനു വേണ്ടിയാണ്. അപ്പൊ നാളെ അത് ചെയ്യുക. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റിന്റെ കാര്യങ്ങൾ ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞല്ലോ, ബദാമും കിസ്മിസും മാത്രമേ ഉള്ളൂ. അത് ആദ്യം ഒരുപാട് ബദാമൊന്നും വേണ്ട, ഒരു 6 ബദാം 7 ബദാമും കുറച്ച് കിസ്മിസ്, ഒരു 10 കിസ്മിസ് വെള്ളത്തിലിട്ട് വെച്ച് അത് കഴിച്ചിട്ട് രാവിലെ എന്താ പറയാ റണ്ണിങ്ങിന് ശേഷം വന്നതിന് ശേഷം അത് കഴിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ ഒരു ഘട്ടം, ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്ക് നമ്മൾ ഈ ഒരു 5 ദിവസം 6 ദിവസം, ഒരു വീക്ക് 7 ദിവസം ആണെങ്കിലും നമ്മൾ ഒരു 5 ദിവസത്തെ രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിയുമ്പോൾ നിങ്ങളെ ബോഡി ടോണപ്പ് ആവും. അത് കഴിയുമ്പോൾ അതിനനുസരിച്ച് സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുത്തും. അപ്പൊ അങ്ങനെയാണ്. എനിക്ക് ഈ കലോറിയുടെ കാര്യങ്ങളും പോണാവുന്ന എത്ര കലോറിയാണ് എന്നുള്ളതെല്ലാം എനിക്കത് നോക്കണം, അതിനു വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. DP, വാട്സാപ്പ് DP, എന്തേലും ഒരു DP വേണം. അത് ഈ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം അല്ലെങ്കിൽ നമ്മുടെ വിജയ്, സൂര്യ അങ്ങനെയല്ല. നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്രിയോട്ടിസം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഫ്ലാഗോ അല്ലെങ്കിൽ ആർമിയുടെ ഫോട്ടോയോ അങ്ങനെയൊക്കെ വെക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും. എല്ലാം നിങ്ങളിപ്പോ വേറെ ഒരാളെ അഡ്മയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ വെക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫോട്ടോ വെക്ക്, അങ്ങനെ അഡ്മയർ ചെയ്യുന്ന ആളെ ഫോട്ടോ വെക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ വെക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ് വാട്സാപ്പ് DP എന്ന് പറയുന്നത്. അത് പബ്ലിക്കായിട്ട് കാണാൻ പറ്റുന്ന രീതി വെക്കുക, ബയോ കൊടുക്കുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റോറി ഇടുക. ഇത് ഇത്രയും കാര്യങ്ങൾ നാളെ ചെയ്യുക. 5 മണിക്ക് രാവിലെ എണീക്കുക. ഇത് ആദ്യത്തെ സ്റ്റേജ്. ഇത് നമുക്ക് ഒരു 5 ദിവസം നോക്കാം, എത്ര വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും നോക്കാം നമുക്ക്. ബാക്കി നിങ്ങൾ പറയുക, വേറെ നിങ്ങളെ ഡൗട്ടും കാര്യങ്ങളും പറയുക. ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹലോ പറഞ്ഞു. സാർ, ഈ സ്റ്റോറി ഉണ്ട് പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമില്, അപ്പൊ എങ്ങനെയാണ് ആപ്പ് എങ്ങനെയാണ് അതിന്റെ ഒന്നുകൂടി ഒന്ന് പറയാം. ആപ്പിൽ നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം ഇന്ന് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളെ ഹൈറ്റും വെയിറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ അബ്നോർമൽ വെയിറ്റ് ആണോ അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ ഒബിസിറ്റി ഉള്ള ആളാണോ എന്ന് അറിയാൻ പറ്റും. ഇന്ന് തന്നെ അറിയാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ വെയിറ്റും ഹൈറ്റും കൊടുക്കുമ്പോഴത്തേക്ക് അത് കിട്ടും. അത് നിങ്ങൾ നോക്കി വെക്കുക. അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര മാറ്റങ്ങൾ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം സാർ അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെൻഷൻ ചെയ്തിടാം അല്ലെ? ഇന്നത്തെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണ്ട. ഇന്നത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ സെൽഫായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് നോർമൽ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നാളെ നിങ്ങൾ ചെയ്യാനുള്ള അതല്ല. നിങ്ങൾക്ക് നാളെ അതിനകത്ത് തന്നെ നിങ്ങളെ റണ്ണിങ് എത്ര ഓടി എന്നുള്ളത് കാണിക്കുന്ന ഒരു ആപ്പിനകത്ത് ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ ഡിസ്റ്റൻസ് കൊടുക്കുക, നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി, ടൈം കൊടുക്കുക. അപ്പൊ നിങ്ങളെ കലോറി എത്ര ബേൺ ആയിട്ടുണ്ടെന്ന് കാണിക്കും. അത്രയും മാത്രം. ആ ഒരു സ്ക്രീനിൽ വരുന്നത് എന്താണോ അത് സ്ക്രീൻഷോട്ട് ചെയ്യുക. അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതിൽ
മെൻഷൻ ചെയ്തിട്ട് വെക്കുക. അപ്പൊ എനിക്കത് ഓരോ വ്യക്തി ആരാണ് എന്നുള്ളത് ഞാൻ ഇനിയിപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഇതിനകത്ത് ഇപ്പം 120 പേരുണ്ടെങ്കിൽ ലാസ്റ്റ് എനിക്കറിയാം ഇതിനകത്ത് നിന്ന് ഒരു 60 പേര് ലാസ്റ്റ് വരെ എന്റെ കൂടെ നിൽക്കും. 60 പേരെ ലാസ്റ്റ് വരെ നിൽക്കുന്ന 60 പേരെ എനിക്ക് എത്തിക്കാൻ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിക്കാൻ പറ്റും. അപ്പൊ ആരെന്റെ കൂടെ അവസാനം വരെ നിൽക്കുന്ന അവരെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത് ഫിൽട്ടർ ചെയ്ത് വരാൻ എനിക്ക് ഇങ്ങനെയുള്ള കുറെ ഒരു അസസ്മെന്റ് ആണ്, അസസ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പൊ അത് ആ രീതിക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ സാർ. ബാക്കി വേറെ ഡൗട്ട് ചോദിക്കാം. സാറേ ഞാൻ അതിൽ നോക്കിയായിരുന്നു എന്റെ BMI. അപ്പൊ അതിൽ 17 സംതിങ് ഒക്കെയാണ് വെയിറ്റ് കുറവെന്ന് കാണിക്കുന്നത്, അണ്ടർ വെയിറ്റ് എന്ന് കാണിക്കുന്നത്. അപ്പൊ 17 എന്ന് പറയുന്ന ഒരു ഭീമമായ വെയിറ്റ് ഇല്ലേ? എനിക്ക് 23 172 ഹൈറ്റും ഉണ്ട്. 52 എന്റെ വെയിറ്റ്. എത്ര? 72 സെന്റിമീറ്റർ. 172 സെന്റിമീറ്റർ ഹൈറ്റ്. ഹൈറ്റ് വെയിറ്റ് എത്ര കാണിക്കുന്നത്? അതിനകത്ത് 17 സംതിങ് ഒക്കെ കാണിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഇതിനകത്ത് കുറെ അപ്ഡേഷൻസ് കാര്യങ്ങളും ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റേതായ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് അതിനകത്ത് വരും. ഞാൻ പറഞ്ഞുതരാം. BMIയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ 18.5 താഴെ വരുന്ന എല്ലാം അണ്ടർ വെയിറ്റ് ആണ്. ഓക്കെ, സോ ബേസിക്കലി 17 എത്രയായിരുന്നു? 17 സംതിങ് ആണ് വന്നത്. 17 സംതിങ് എന്ന് പറഞ്ഞാൽ അത് അണ്ടർ വെയിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോ ആ റേഞ്ചിൽ എത്തണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ഇൻക്രീസ് യുവർ വെയിറ്റ്. ഓക്കെ, നിങ്ങളുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അവിടെ ഇത് ചെയ്യാനുള്ളത്. കാരണം 172 ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 56 അല്ല 65 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 75 വരെ നോർമൽ റേഞ്ചിൽ എത്താനുള്ളതാണ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ വെയിറ്റ് കൂട്ടണം. അണ്ടർ വെയിറ്റ് ആണ്. 18.5 തൊട്ട് 24.9 വരെ ഹെൽത്തി വെയിറ്റ് റേഞ്ച് ആണ്. ഓക്കെ, 24.9 വരെ നിങ്ങളുടെ BMI റേഞ്ച് 18.5 to 24.9 വരെയാണ് നിങ്ങളുടെ ഹെൽത്തി വെയിറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ 25 to 29.9 വരെ ഓവർ വെയിറ്റ് ആണ്. പിന്നെ 30യുടെ മുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒബിസിറ്റി ആണ്. അത് നിങ്ങൾ ഡോക്ടറിനെ വല്ല കൺസൾട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അതിനനുസരിച്ച് ഡയറ്റും ഇതെല്ലാം പ്ലാൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാക്കി. ഓക്കെ, സോ അതിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ BMIയുടെ റേഞ്ച് എത്രയാണെന്നുള്ളത് ഇവർക്ക് നാളെയോ മറ്റന്നെയോ അതിന്റെ ഒരു ഇതൊന്ന് ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ആപ്പിനകത്ത് നമുക്ക് അതിനകത്ത് എനിക്ക് തോന്നുന്നു അപ്ഡേഷന് പുതിയ അപ്ഡേറ്റിൽ വന്നതിന്റെ ചെറിയ ഇററൊക്കെ ആയിരിക്കും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവുമല്ലോ, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും. എന്താ എററാണ്? എറർ അങ്ങനെയൊന്നും ഇല്ല. ഇത് പുള്ളിയുടെ ഹൈറ്റും വെയിറ്റും വെച്ച് നോക്കുമ്പോഴത്തേക്കും അണ്ടർ വെയിറ്റ് ആണ് പുള്ളി. ഓക്കെ, മനസ്സിലായി. അപ്പോ പുള്ളിക്ക് ഒരു 4-5 കിലോ വെയിറ്റ് കൂട്ടേണ്ടി വരും. അപ്പുറത്തേക്ക് ഓട്ടോമാറ്റിക്കലി 17.5 എന്നുള്ള ഓട്ടോമാറ്റിക്കലി 18 മേളിൽ കയറുമല്ലോ അപ്പുറത്തേക്കും. ബേസിക്കലി ഇതിന്റെ അകത്തുള്ള കോഡെല്ലാം ഓട്ടോമാറ്റിക് ആണ്, എല്ലാം കാൽക്കുലേഷൻസ് ആണ്. അപ്പൊ അതില് നമ്മൾ മാനുവലി ഒന്നും ചെയ്യുന്നില്ല. സോ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 കിലോ വെയിറ്റ് കൂട്ട്. ഒരുപാട് കൂട്ടണ്ട. പേപ്പർ വരും. ആ പേപ്പറിൽ അവർ മെൻഷൻ ചെയ്യും ഇത്രയും വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ എഴുതിയിരിക്കും, അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂട്ടാൻ വേണ്ടി എഴുതിയിരിക്കും. എന്നിട്ട് ഒരു മെഡിക്കൽ സമയത്ത് അത് നോക്കിയിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു റീമെഡിക്കൽ അടിക്കും. രാവിലെ 5 മണിക്ക് എണീക്കുക ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ വാക്കിംഗ് ചെയ്യുക, റണ്ണിങ് ചെയ്യുക. വാക്കിംഗ് 5 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ജോഗിങ്, വീണ്ടും 5 മിനിറ്റ് വാക്കിംഗ്, വീണ്ടും 10 മിനിറ്റ് ജോഗിങ്, പിന്നെ വീണ്ടും 5 മിനിറ്റ്, അങ്ങനെ 3 സെറ്റ് വാക്കിംഗ്, 3 സെറ്റ് ജോഗിങ്. ഇത് ചെയ്തതിന് ശേഷം എന്താ പറയാ പ്രോപ്പറായിട്ടൊരു സ്ട്രെച്ചിങ് കൊടുത്ത് മസിൽ റിലാക്സേഷൻ ചെയ്യുക. അത് നാളെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബ് വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാം എന്തൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങളും. ഇതൊക്കെയാണ് ബേസിക്കലി ഇപ്പം കുറെ നേരത്തിന് ശേഷം വന്നവരടുത്ത് പറയാം. ഫുഡ് പ്ലാന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന നാളുകളിൽ പറയാം. ഫുഡ് പ്ലാനൊന്നും വലിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താനില്ല. പക്ഷെ രാത്രി നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ളവരടുത്തും വെയിറ്റ് കുറവുള്ളവരടുത്തും ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നോർമലി നല്ലൊരു ഹെൽത്തി ഇതായിട്ട് പോകുന്ന ഒരാളടുത്ത് പറയാം, 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെയുള്ള ടൈമിൽ ഫുഡ് കഴിക്കുക. രാത്രിത്തെ ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ ടൈം കഴിഞ്ഞതിന് ശേഷം കിടക്കുക. ശരീരത്തിൽ മാക്സിമം ഒരു ദിവസം 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം വരെ കുടിക്കുക. നോർമലി ഇപ്പൊ കേരളത്തിൽ ഇത്രയും ചൂടുള്ള ടെമ്പറേച്ചർ ആയതുകൊണ്ട് 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക.
അപ്പൊ അതങ്ങനെയാണ്. പിന്നെ അജയ് ചോദിച്ച നോക്കനിയിലെ കാര്യം ഇപ്പോഴാ പറഞ്ഞു തരുന്നത്. അജയ് ചോദിച്ച ഈ നോക്കനിയുടെ കാര്യം നല്ലൊരു ചോദ്യമാണ്. നോക്കനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോക്കനി ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകൾ തമ്മിൽ കൂട്ടി മുട്ടുക എന്ന് പറയും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിടക്കുന്ന സമയത്ത് രണ്ട് കാലിന്റെ ഇടയിൽ നമ്മുടെ പില്ലോ ഇല്ലേ, മെത്ത, മെത്ത എന്താ പറയാ, മെത്തയാണോ നമ്മൾ തലയിൽ വെക്കുന്ന പില്ലോ, അതെ പില്ലോ നിങ്ങളെ കാലിന്റെ ഇടയിൽ വെച്ച് കിടക്കുക. അതുപോലെ തന്നെ ടെന്നീസ് ബോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാലില് ഫ്രീ ടൈം ഇരിക്കുന്ന സമയത്ത് കാലിൽ ഇങ്ങനെ റോൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിനുള്ള എക്സസൈസ് ആണ്. അതിന്റെയും ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഷെയർ ചെയ്തുതരാം. എന്റെ കയ്യിൽ അതിന്റെ വീഡിയോസ് ഉണ്ട്, 2-3 വീഡിയോസ്. അത് ഞാൻ അജയ്ക്ക് ഗ്രൂപ്പിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തുതരാം. ഓക്കെ. ഇൻസ്റ്റഗ്രാം ഇല്ല എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം ഇൻസ്റ്റഗ്രാം ഇന്നത്തെ സമയത്ത് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇല്ല എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നോക്കുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുക. കാര്യം എനിക്ക് വേറെ അല്ല, എനിക്കത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. എല്ലാവരും അത് സ്ക്രീൻഷോട്ട് എടുത്ത് നാളത്തെ റണ്ണിങ്ങിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ജോയിനിന്റെ പോസ്റ്റിന്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിനെ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്തിട്ട് അത് ഇടുക. അപ്പൊ എനിക്കത് ചെക്ക് ചെയ്യാം ആരൊക്കെയാണ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളും എത്ര പേര് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എനിക്ക് ഉണ്ട്. അപ്പൊ അത് ചെയ്യുക. റണ്ണിങ് ചെയ്തതിന് ശേഷം ഇത് അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നാളെ ബയോ, എല്ലാവരും ബയോ അത് ഇടുക. പിന്നെ 50 days ചലഞ്ചിന്റെ ബയോ ആക്കുക. പിന്നെ DP അവരൊരു എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടുക. മിനിമം എന്തെങ്കിലും ഒരു ഫോട്ടോ ഇടുക. കാര്യം സ്വന്തം ഫോട്ടോ ഇടാൻ പറ്റാത്തവരാണെങ്കിൽ പോലും എന്തെങ്കിലും ഫോട്ടോ ഇടുക. കാര്യം നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് വാട്സ്ആപ്പ് DP എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സിന്തറ്റിക് ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യാം. വെൽ ആൻഡ് ഗുഡ് സിന്തറ്റിക് ട്രാക്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ ഗ്രൗണ്ട് പ്രാക്ടീസ് അല്ലെങ്കിൽ കടൽ തീരത്തോ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, ബെയർ ഫൂട്ട് ഗ്രാസിലെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ അടുത്ത ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ചെയ്യാനുള്ളതാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് നിങ്ങൾ ഇടയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും 2 ആഴ്ചക്ക് ശേഷമുള്ള അഡ്വാൻസ് കാര്യങ്ങൾ വരെ ഇപ്പം പറയേണ്ടി വരണം. നിങ്ങൾ ആദ്യത്തെ ഒരു സ്റ്റേജിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സാറ് ഫോൺ യൂസ് കുറയ്ക്കാൻ വേണ്ടി വെൽ ആൻഡ് ഗുഡ്. ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഡിറ്റർമിനേഷന് വേണ്ടിയാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഇപ്പം ഫർഷാദ് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഇതിനു വേണ്ടി ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു പോസിറ്റീവ് ചിന്തിക്കുക. നമ്മളെന്താ, നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, നമുക്ക് ഇത് കിട്ടണം, അതിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുത്തിട്ട് ചെയ്യുക. ബാക്കി സമയം നമ്മൾ അതിന് യൂസ് ചെയ്യുക. കാരണം നിങ്ങൾ വരുന്ന നാളുകളിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് കൂടുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് കൂടുതൽ ആവശ്യമുണ്ട്. അപ്പം ഫോൺ മാക്സിമം നിങ്ങൾ അടുത്തുനിന്ന് രാത്രി കിടക്കുന്ന സമയത്ത് മാറ്റി. ഇന്ന് തന്നെ രാത്രി ഒരു 10-10:30 ശേഷം ഫോണ് കട്ടിലിൽ വെക്കല് ഒരു കാരണവശാലും. കട്ടിലിൽ നിന്ന് മാറ്റി കുറച്ച് ദൂരെ വെച്ചിട്ട് കിടന്നുറങ്ങുക. അലാറം വെച്ച് കിടക്കുക. രാവിലെ 5 മണിക്ക് എണീക്കുക. ഓക്കെ, നാളെ തൊട്ട് എണീക്കുക. നിങ്ങൾ രാവിലെ തന്നെ എണീറ്റ് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവം, അള്ളാഹു ആണെങ്കിൽ അള്ളാഹു, എന്താ പറയാ ജീസസ് ആണെങ്കിൽ ജീസസ്, എന്താ പറയാ ഭഗവാനായ കൃഷ്ണനോ ശിവനോ ആരാണെന്നുണ്ടെങ്കിൽ അവരാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ആ ദിവസം തുടങ്ങുക. അച്ഛനും അമ്മയുടെ അടുത്താണെങ്കിൽ നല്ല സ്നേഹത്തിൽ നിൽക്കുക. കാര്യം ഇതൊക്കെ ഒരു മേജർ, നമുക്ക് എന്താ പറയാ, ഒരുപാട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. कौन सा? एक सेकंड. അപ്പൊ അതുകൊണ്ട് അത്രയാണ് അതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഞാനത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, गेट खुला होगा, आएगा नहीं तो संतरी है वो कर देगा अपना. यही अपना कोई होगा इधर मोर्चा में होगा. ഓക്കെ, അപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കഷൻ ചെയ്യും. എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് വഴി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് വഴി ആണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കും. മനസ്സിലായില്ലേ? നമുക്ക് 50 ദിവസം നിങ്ങളിൽ ഞാനൊരു എന്താ പറയാ ഒരു 24 മിനിറ്റ് എന്നുള്ള നിങ്ങളെ ഞാൻ ഒരു 22 മിനിറ്റിനകത്ത് എത്തിക്കും. 22-23 മിനിറ്റിനകത്ത് ഞാൻ നിങ്ങളെ എത്തിക്കും. ബാക്കി നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യുക. രാവിലെ എണീക്കുക, നാളത്തെ സ്റ്റേ അതൊക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ തൊട്ട് നമ്മൾ സക്സസ്ഫുള്ളി നല്ല രീതിയിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ കൂടെ നിങ്ങൾ നിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിൽക്കില്ല എല്ലാവരും?
ആരും ഒന്നും പറഞ്ഞില്ല. നിക്കില്ലേ നിക്കില്ലേ. നിക്കും സാർ നിക്കും. ഓക്കെ എല്ലാരും പറയും, എല്ലാരും പറയും. ഫുൾ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും 0 ലെവലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്വാൻസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവർ കാണും. നിങ്ങൾ അത് എന്താ പറയാ, നിങ്ങൾക്കും എല്ലാവരും നമ്മൾ അവരെ കാര്യം കൂടെ നോക്കണമല്ലോ. സ്റ്റാർട്ടിങ് ചെയ്യാത്തവരാണെങ്കിലും ഓടാത്തവരാണെങ്കിലും പലരും ജോലി നിർത്തി വന്നവർ വരെ ഉണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച കുറെ പേരുണ്ട്. എനിക്ക് ചില വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നും. അത്രയും വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളവരും ഉണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ വിശ്വസിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മളത് കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ഇതിൽ നിന്നും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ആപ്പ് പുറത്തിറക്കാന്ന് പറഞ്ഞാൽ അത്ര നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇതല്ല. നല്ല രീതിയിൽ അതിനൊരു ഫിനാൻഷ്യൽ ഇത് വേണം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഇൻകം വെച്ച് തന്നെയാണ് നമ്മൾ ആ യൂട്യൂബ് ആപ്പും കാര്യങ്ങളും ചെയ്യുന്നത്. ടെക്നിക്കൽ ടീമിനാണെങ്കിലും പൈസ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാതെ അവർ ചെയ്തു തരില്ല. അപ്പൊ അവർക്കാണെങ്കിലും ടെക്നിക്കൽ ടീമിൽ വർക്ക് ചെയ്യുന്നവരാണ്. അഖിലൊക്കെ ആണെങ്കിൽ പോലും നല്ല നമുക്ക് വേണ്ടി ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്, ഡെഡിക്കേറ്റ് ചെയ്ത് അവർ ചെയ്തതാണ്. അപ്പൊ അവര് എഫേർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയാ, ഒരു സക്സസിൽ എത്തിക്കാൻ തന്നെ നിങ്ങൾ ഫൈനൽ സ്റ്റേജ്, നിങ്ങൾ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ ഉണ്ട്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, അതിനുശേഷം നിങ്ങൾ എന്താ പറയാ, വിളിച്ചില്ലെങ്കിൽ പോലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സന്തോഷമാണ്, നമുക്ക് ഹാപ്പിയാണ്, എല്ലാം ആണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരു റിവാർഡും കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത്, നമുക്ക് അത് പലരെ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു എല്ലാവർക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരികയാണെങ്കിൽ നാളെ നിങ്ങൾ വേറെ ഒരാൾക്ക് ഗൈഡൻസ് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ? നാളെ നിങ്ങളും ഇതുപോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളിൽ പലരെയും ഞാൻ വിളിക്കും, പറയും നമ്മുടെ പിള്ളേരുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ എന്റെ എന്താ പറയാ ജൂനിയേഴ്സ്, ഞാൻ പറഞ്ഞ് എന്റെ ഇത് ചെയ്ത് എന്റെ ഗൈഡൻസിൽ കയറിയവരടുത്ത് ഞാൻ പറയുന്ന എന്റെ പിള്ളേർ കുറച്ചുപേരുണ്ട്. അതിപ്പോ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഗേൾസിന് വേണ്ടിയും സംസാരിക്കാൻ ആളുകളുണ്ട്, ഇല്ല എന്നല്ല, അവർക്ക് വേണ്ടി ഇതിനകത്ത് ആളുണ്ട്. അപ്പോ അവരുടെ അടുത്ത് ഞാൻ പറയും എന്റെ പിള്ളേരുണ്ട്, അവർക്കൊന്ന് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണം. അവർ പറയും ആ ശരി സാർ, സാറ് നമുക്ക് പറഞ്ഞു തന്നതാണ്, അതുകൊണ്ട് സാറ് പറയുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കാം, അവർക്ക് എന്ത് സഹായമാണ്, അവരെന്താണോ അവർക്ക് ഡൗട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് പറയും. അപ്പൊ അതുപോലെ നാളെ ഒരു സമയം വരുമ്പോഴത്തേക്കും നിങ്ങളും ഇതുപോലെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ് അടുത്ത് വരുന്നവർക്ക്. അപ്പൊ അതിനുവേണ്ടിയാണ് പറയുന്നത്, നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുക, കിട്ടും. നമുക്ക് മനസ്സിലൊരു കോൺഫിഡൻസ് ആണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്താ പറയാ, അയ്യോ എനിക്ക് കിട്ടുമോ അന്നല്ല ചിന്തിക്കുക, എനിക്ക് കിട്ടും, എനിക്ക് ഫിസിക്കലും കിട്ടും, എനിക്ക് ജോലി കയറാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എണീക്കുക, ദൈവത്തിനെ വിശ്വസിക്കുക, അച്ഛനും അമ്മയുടെ അടുത്തും എന്താ പറയാ നല്ല സ്നേഹത്തിൽ നിൽക്കുക. ഇതെല്ലാം നമുക്ക് എവിടെ നിന്നും ഇല്ലാത്തൊരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് ആണ്. വെറും നിങ്ങൾ ചെയ്യുന്ന വർക്ക് മാത്രമല്ല, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഒരു അപ്രോച്ച്, ബാക്കിയുള്ളവരുടെ അടുത്തുള്ള അപ്രോച്ച് എല്ലാം ക്യാൻ മേക്ക് ചേഞ്ചസ് എന്നാണ്.